വെട്ടൊന്ന് തുണ്ടൻ രണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാണ് പൈസ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു സാധനം വാങ്ങി വിൽക്കുന്ന പരിപാടി, എന്നിട്ട് കടം കൊടുത്തിട്ട് പൈസ വാങ്ങുന്ന പരിപാടി, ഇത് നമുക്ക് നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ സ്വഭാവത്തിനും എൻ്റെ ഒരു ഇതിനും കൊടുത്ത കാശ് പിന്നെ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബിസിനസ് എന്താണെന്നുള്ളത് നമുക്ക് പഠിച്ചു തുടങ്ങി. നമ്മൾ ബിസിനസ് എന്താണെന്ന് അറിയാതെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. ഒരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നമ്മൾ ഇത്ര പറയുന്നു, അതിൻ്റെ ഒരു അഡ്വാൻസ് തരുന്നു, എന്നിട്ട് ആ പൈസ തിരിച്ചു മേടിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി പണി പാടി, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി 2 ആഴ്ച സ്റ്റേ ചെയ്തായിരുന്നു. ഈ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് MRI സ്കാൻ എന്ന് വേണ്ട സകല ടെസ്റ്റ് കൊടുത്തു. അസുഖം കണ്ടുപിടിച്ചാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. മെഡിക്കൽ കോളേജിലെ ഡോക്ടറും പുള്ളി ഈ രോഗം എന്താണെന്ന് എന്നോട് പറയുന്നില്ല. പുള്ളി എടാ ഇതിങ്ങനെയാ, ഇത് കൂടിക്കൂടി വരുള്ളൂ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിടുകയാണ് ചെയ്തത്. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടം കൂടുകയുള്ളൂ, ഇതെങ്ങനെയെങ്കിലും കുറക്കണം, ഇത് ശരിയായാലേ ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുള്ളൂ. ഈ അസുഖത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു റിസൾട്ടിലും ഇല്ലെങ്കിൽ ഒരു ടെസ്റ്റിലും ഈ സാധനം കാണിക്കത്തില്ല. കാരണം ഞരമ്പ് ചുരുങ്ങുന്ന ഒരു അസുഖമാണത്. പിന്നെ ഇത് എക്സ്ട്രീം ലെവലിലേക്ക് എത്താൻ തുടങ്ങി. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കോവിഡിന് ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന, കേട്ടിരിക്കുന്ന, അനുഭവിച്ചിരിക്കുന്ന കുറേ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ എട്ടെക്കുകളും ഫുഡ് ഡെലിവറി ആപ്പുകളുമായിരുന്നു. എട്ടെക്കുകളിൽ കുറേയൊക്കെ ഡെവലപ്പായി വന്നു, കുറേയൊക്കെ സർവൈവ് ചെയ്തു, കുറേയൊക്കെ വലിയ ബ്രാൻഡായി. പക്ഷേ ഫുഡ് ഡെലിവറി ആപ്പുകളിൽ അന്ന് നമ്മൾ കണ്ട പലരും ഇന്ന് സർവൈവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം നമ്മൾ ഉത്തരം പറയാൻ. പക്ഷേ അന്ന് തൻ്റെ ഒരു പാഷനായിട്ട് തുടങ്ങി ഒരു ഫുഡ് ഡെലിവറി ആപ്പിനേക്കാൾ ഉപരി ആ ഒരു ബ്രാൻഡിനെ തൻ്റെ സ്വന്തം കുഞ്ഞായിട്ട് കണ്ട് ഇന്നും അടിപൊളിയായിട്ട് കൊണ്ടുപോയി നടക്കുന്ന, അതിനേക്കാൾ ഉപരി ഒരുപാട് ഹോട്ടൽ ഓണേഴ്സിന് വലിയൊരു ഹെൽപ്പായി മാറിയ സെൻ എന്ന് പറയുന്ന ആ ഒരു സംരംഭകനെയാണ് ഞാൻ ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോറിയിലൂടെ ഹിസീഗോ എന്ന് പറയുന്ന ബ്രാൻഡ് അത് എത്രത്തോളം ആളുകൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് നമുക്ക് കേൾക്കാം. സ്വാഗതം സെൻ, സ്പാർക്കിന്റെ ഹോട്ട് സീറ്റ്. സെന്നിന്റെ നാട് എവിടെയാണ്? ഞാൻ ആക്ച്വലി പിറവങ്കാരനാണ്. പിറവാണ്, പക്ഷേ സംസാരത്തിന് മുഴുവൻ ഒരു ഇടുക്കി ടച്ചാണല്ലോ. ഞാൻ പറഞ്ഞപ്പോ ഞാനും സെന്നും ഏകദേശം ഒരേ സ്ലാങ്ങിൽ സംസാരിക്കുന്നു. അടിമലിക്കാരി ആദ്യം പറഞ്ഞായിരുന്നു. ആക്ച്വലി ഞങ്ങൾ 3 ആമ്പിള്ളേരാണ്. അപ്പൊ അറിയാലോ, വീട്ടിലെ ഒരു ബഹളവും കാര്യങ്ങളും അറിയാലോ. തീർച്ചയായിട്ടും. അത് വെച്ചിട്ട് പപ്പ ഞങ്ങളെല്ലാരും മോൺഫോർട്ടിലെ ഹോസ്റ്റലിൽ കൊണ്ടു നിർത്തി. അപ്പൊ പിന്നെ ഇടുക്കിയായിട്ട് ടച്ചായി. 8ാം ക്ലാസ് തൊട്ട് ഇടുക്കിയിലാണ്. അപ്പൊ അതിന്റെ ഒരു കൾച്ചറും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിട്ട് അതുകൊണ്ട് നല്ലൊരു കൾച്ചറിൽ വളർന്നു, നല്ല അറ്റ്മോസ്ഫിയറിൽ വളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാം. ഇടുക്കിയാണ് എനിക്ക് ഇപ്പോഴും താല്പര്യം. ബാക്കി ഏത് നാട്ടിലാണെങ്കിലും ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയ ഇടുക്കിയിലായിരിക്കും. ഒരു വീക്കെൻഡ് ഇല്ലെങ്കിൽ ഒരു അവധി എന്തുണ്ടെങ്കിലും ഞാൻ ഇടുക്കിയിലായിരിക്കും. അത് എല്ലാവർക്കും അറിയാം. ഈവൻ ഇപ്പൊ ഞാൻ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, ഫാർഫല്ല എന്നാണ് പേര്. ആ കമ്പനിയിലുള്ളവർക്ക് വരെ അറിയാം, വീക്കെൻഡ് ആണോ ഇല്ലെങ്കിൽ അവധിയാണോ അവൻ ഇടുക്കിയിൽ എവിടെയെങ്കിലും ആയിരിക്കും. കഴിയുമ്പോൾ കിട്ടുന്ന ഫീല് വേറെയാണ്. ഒരു പാലം കയറി കഴിയുമ്പോൾ, ഇടുക്കിയുടെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനം, സന്തോഷം, പറ്റിക്കാത്ത ആൾക്കാർ, അതെല്ലാം കിട്ടുന്നത് ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഇടുക്കി. കേട്ടോ, പറ്റിക്കാത്ത ആൾക്കാരാണ് എന്നെ പോലെ. ഓക്കെ. +2 വരെ അവിടെ പഠിച്ചു. +2ന് ശേഷം ഡിഗ്രിക്ക് പോയോ അതോ വേറെ എന്തെങ്കിലും ചെയ്തോ? +2ന് ശേഷം ഓപ്പൺ ആയിട്ട് ഡിഗ്രി ചെയ്യുമായിരുന്നു. അതായത് എനിക്ക് +2 കഴിഞ്ഞപ്പോഴത്തേക്കും പിറവത്തെ വോഡാഫോൺ സ്റ്റോറിൽ ജോലി കിട്ടി. അത് ഞാൻ ജോലി കയറുന്നത് 4000 രൂപ സാലറിയിലാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ 2 മാസം വർക്ക് ചെയ്യുക, ആ പൈസയും കൊണ്ട് കോളേജിലേക്ക് കയറുന്ന ഒരു 2 മാസം 3 മാസം ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഒരു ഗ്യാപ്പിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക് ഫീൽഡ് ഇല്ലെങ്കിൽ ടെക് റിലേറ്റഡ് സിമ്മ്, മൊബൈൽ, ഒന്നുകിൽ ഒരു മൊബൈൽ ഷോപ്പിൽ കയറുക ഇല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കയറുക. അന്നേരം നമുക്ക് ഈ വോഡാഫോൺ എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്താണെന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ അവിടെ ചെന്നു, എനിക്കിങ്ങനെ ഒരു 2 മാസത്തേക്ക് 3 മാസത്തേക്ക് ജോലി തരാമെന്ന് അവിടുത്തെ സാബു സാറിനോട് ചോദിക്കുന്നു. സാബു സാറ് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരാൾ വരുമെന്ന് പറയുന്നു. അങ്ങനെ ജോർജ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ മാനേജർ വരുന്നു. പുള്ളി എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. പുള്ളി എന്നെ വിളിച്ചിട്ട് പറയുന്നു, എടാ പെർമനൻ്റ് ഒന്നും അല്ല, 4000 രൂപ നമുക്ക് തരാൻ പറ്റുള്ളൂ, ചാനൽ മാനേജർ ഫ്രാഞ്ചൈസി ഓണർ നിനക്ക് സാലറി തരും, ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ടൈം. ഞാൻ പറഞ്ഞു മതി. ഞാൻ നോക്കിയപ്പോൾ 4000 × 3 12,000 രൂപ. ഈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കോളേജിലൊക്കെ പോയി നല്ല അടിച്ചു പൊളിച്ച് നല്ല ഡ്രസ്സൊക്കെ മേടിച്ച് ഷൂ ഒക്കെ മേടിച്ച് ചെത്തിപ്പോകാം എന്നുള്ളൊരിതിലാണ്. പിന്നെ എനിക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ സമയത്ത് തുടങ്ങുന്നുള്ളൂ, എവിടെയെങ്കിലും കിട്ടും, ഉറപ്പായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നു. എൻ്റെ പെർഫോമൻസ് ഫ്രാഞ്ചൈസി മാനേജർ സാബു സാറിന് ഇഷ്ടപ്പെടുന്നു.
സാബു സാർ പറയുന്നു നീ ഇവിടെ തന്നെ നിൽക്ക്, പഠിക്കാനും എക്സാം എഴുതാനുള്ള എല്ലാ സാഹചര്യവും സെറ്റപ്പും എല്ലാം നമുക്ക് ചെയ്തു തരാം. ഓ, അപ്പൊ കോളേജിൽ പോകാതെ പഠിക്കാൻ ജോലിക്ക് നിൽക്കുക, പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും പുള്ളി ചെയ്തു തരാമെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ ഓപ്പൺ സ്കൂൾ, ഓപ്പൺ കോളേജ് അങ്ങനത്തെ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ കാണുന്നത് എല്ലാവരും ബാഗും തൂക്കി കോളേജിൽ പോയി പഠിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു, പുള്ളി ഒരു കോളേജിൽ പ്രിൻസിപ്പാളായിരുന്നു. പുള്ളി നല്ല അത്യാവശ്യം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയാണ് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ഗുരു. ഇല്ലെങ്കിൽ ഇത് എങ്ങനെ ബിസിനസ് ചെയ്യും, ഇല്ലെങ്കിൽ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, ഒരാളോട് എങ്ങനെ പൊളൈറ്റായിട്ട് സംസാരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നെ ട്രെയിൻ ചെയ്യിക്കുന്നത് സാബു സാറാണ്. പിന്നെ വോഡാഫോണിന്റെ ഒരു ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. റീസൺ വോഡാഫോൺ അറിയാലോ, കസ്റ്റമേഴ്സ് എല്ലാം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതെങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതെല്ലാം നമുക്ക് വോഡാഫോണിൽ നിന്ന് കിട്ടി. അങ്ങനെ ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചു. എങ്ങനെ ഒരു ഓപ്പൺ കോളേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ എങ്ങനെ ജോയിൻ ചെയ്യാം. അവിടെ ഞാൻ ജോയിൻ ചെയ്തു BA ഇംഗ്ലീഷ്. അപ്പോൾ എളുപ്പമുള്ളൊരു കോഴ്സ് എടുക്കണമല്ലോ. ഇപ്പോൾ ഡിഗ്രിയാണ് നമ്മുടെ ആവശ്യം, അല്ലാതെ നമുക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല. അപ്പോൾ BA ഇംഗ്ലീഷാണ് നമുക്ക്. ഞാൻ പഠിച്ചതൊക്കെ ഒൺലി ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു സ്കൂളിലേക്ക്. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് കോൺഫിഡൻ്റ് ആണ്, എക്സാം എഴുതി എടുക്കാം എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ BA ഇംഗ്ലീഷിന് പോയി ചേർന്ന് കഴിഞ്ഞാൽ മനസ്സിലായി സംഭവം നമ്മൾ ഉദ്ദേശിച്ച BA ഇംഗ്ലീഷ് അല്ല, നമ്മൾ പഠിച്ചൊരു BA ഇംഗ്ലീഷ് അല്ല ഇവിടെ പഠിപ്പിക്കുന്നത് മനസ്സിലായി. എന്നാലും എക്സാം എഴുതി സാബു സാറ് ശനി ഞായറും എനിക്ക് പഠിക്കാനുള്ള സെറ്റപ്പ് ചെയ്തു തരും. വൈകിട്ട് കോളേജിൽ പോകും, ഞായറാഴ്ച ഫുൾ ഡേ കോളേജിൽ പോകും. തൃപ്പൂണിത്തുറയിലുള്ളൊരു കോളേജിലാണ് ചേർന്നിരുന്നത്, ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ ചെയ്യുന്നു, പഠിക്കുന്നു, പോകുന്നു, പരീക്ഷ എഴുതുന്നു, തിരിച്ചു വരുന്നു. സാലറി കൂടിയോ? 4000 സാലറി കൂടിയോ? ഈ 4000 എന്നുള്ളത് നെക്സ്റ്റ് മന്ത് എന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ 6000 രൂപയാക്കി തന്നു. അപ്പൊ 4000 + 6000 10 രൂപ. ഓക്കെ, അപ്പോൾ ആ ഒരു കാൽക്കുലേഷനാണ് ഞാൻ പോകുന്നത്. 3ാമത്തെ മാസം എന്നെ വോഡാഫോണിലേക്ക് എടുത്തു. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വോഡാഫോണിലേക്ക് എന്നെ എടുത്തു. അതായത് CRE, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ട് എന്നെ വോഡാഫോണിലേക്ക് എന്നെ എടുത്തു. എൻ്റെ സാലറി 8000 രൂപ. അതായത് ഇത്രയും ടൈം കൊണ്ട് 2000 രൂപ. അപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഇത്രയും പൈസ കിട്ടുവാണ്. നമുക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളൊരു വണ്ടിയൊക്കെ എടുത്തു. അങ്ങനെ ലൈഫ് നല്ല സെറ്റപ്പായിട്ട് പോവുകയാണ്. പിന്നെ ഇൻസെൻറ്റീവ്, നമ്മൾ വോഡാഫോണിൽ സ്റ്റാർ ആവുന്നു, കൊച്ചിൻ സ്റ്റാർ, കേരളത്തിൽ 100 പോസ്റ്റ് പെയ്ഡ്, 100 പ്രീപെയ്ഡ്, 100 M-Pesa എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. 100 വോഡാഫോൺ മൈ വോഡാഫോൺ ആപ്പ് ലോഗിൻ ചെയ്യുന്നു. ഇങ്ങനെ എല്ലാം ഒരു 100 വെച്ച് അടിച്ചിട്ടുള്ളൂ 1 മന്തിൽ. ഒറ്റ മാസം തന്നെ ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരാൾ ഞാനാണ്. അപ്പൊ വർത്താനം പറഞ്ഞ ആൾക്കാരെ വീഴ്ത്താൻ മിടുക്കനായിരുന്നു ചുരുക്കം. ഏകദേശം അങ്ങനെ പറയാം. അത്യാവശ്യം വീഴ്ത്താനൊക്കെ ഉള്ള കഴിവുണ്ട് എന്ന് ആൾക്കാരും പറയും. അപ്പോൾ സെയിൽസിൽ അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ ഫീൽഡ് മാർക്കറ്റിങ്ങും സെയിൽസും ആണ്. കാരണം വർത്തമാനം പറഞ്ഞ് വീഴ്ത്താനുള്ള കഴിവുണ്ടെന്നൊക്കെ ആൾക്കാരും പറഞ്ഞു തുടങ്ങി. നമ്മൾ ചെന്ന് പിച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് പിച്ചും ആവുന്നുണ്ട്, സെയിൽസ് പിച്ചാവുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിയോ വരുന്നത്. ജിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് വോഡാഫോണിൽ നിന്ന് ചാടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഒരു കോമ്പറ്റീറ്റർ, നമ്മളിപ്പോൾ ഞാൻ വോഡാഫോൺ സിമ്മ് തന്നു, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ വന്നിട്ട് ഞാൻ ജിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജിയോ എടുക്കുമായിരിക്കും. 3ാമത് ജിയോയ്ക്ക് വരും വേറൊരു ബ്രാൻഡ് വന്നാലോ? അപ്പോൾ അപ്പോഴും നിങ്ങൾ ചിന്തിക്കത്തില്ല. ഇപ്പം ഓരോ കമ്പനി കയറുമ്പോൾ ഞാൻ ഓരോ സിം എടുപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങോട്ട് കോമ്പറ്റീറ്റർ കമ്പനിയിലേക്ക് പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അത് അന്നോട്ട് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നൊരു ഇതാണ്. ഒരിക്കലും ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന അതേ ഇത് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യത്തില്ല. ജോലി പോയാൽ അടുത്തൊരു ഫീൽഡ്. അപ്പോൾ ഇത് പോയി. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ സ്വന്തമായിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേം സെൻ മാർക്കറ്റിംഗ് എന്ന് പേരിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ നമ്മൾ റെഡിയാണ്. എനിക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടണം. സ്വന്തം പേരിൽ സെൻ മാർക്കറ്റിംഗ്. കാരണം എൻ്റെ പേര് ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് എനിക്കൊരു പേരിടാൻ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. പിന്നെ പേരൊക്കെ എനിക്ക് അത്യാവശ്യം ഈസി ആയിരുന്നു ഇടാൻ. സെൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് ഞാനങ്ങ് പേരിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കിട്ടണം. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രൊഡക്റ്റുകൾ തപ്പി ചെന്നു. ഒരു കറി പൗഡറൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മിയുടെ ചേട്ടൻ എല്ലാവരും ഈ തുണി തയ്ക്കുന്നവരും ഈ തുണി ഫീൽഡിൽ നല്ല കഴിവുള്ളവരും. അപ്പം നമുക്ക് ഈ ഫാഷൻ ഫീൽഡിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. എങ്ങനെ ഒരു ഇത് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ പുതിയ ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത്, ഇല്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സ് നീറ്റായിരിക്കണം, അങ്ങനെയുള്ളൊരു ആഗ്രഹം. ഇല്ലെങ്കിൽ തുണിയുടെ മെറ്റീരിയൽ, മമ്മിക്ക് തയ്യൽക്കട ഉണ്ടായിരുന്നു, മമ്മിയുടെ ചേട്ടനും തയ്യൽക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചെറുപ്പം തൊട്ട് വന്നിട്ടുള്ളതുകൊണ്ട് എന്നാൽ പിന്നെ തുണിയുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. നല്ല മാർജിനുള്ള ബിസിനസ്സാണ്, നല്ലൊരു ബിസിനസ്സാണെന്നുള്ള രീതിയിൽ ഞാൻ തുണി ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്.
അങ്ങനെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു. ഇടുക്കി അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ നേരത്ത് ചോദിക്കാൻ നേരത്തെ നല്ല ഹ്യൂജ് എമൗണ്ടാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ അത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് കൊടുക്കാൻ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. കാരണം മാക്സിമം നമുക്ക് ആ സമയത്ത് കുഞ്ഞ് സേവിങ്സ് അല്ലേ ഉള്ളൂ. പക്ഷെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇടയിൽ റോളിംഗ് ഫണ്ട് നന്നായിട്ട് വേണം. ഈ റോളിംഗ് ഫണ്ടിൽ അത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അത് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്തെടുത്തു? അത് വളരെ സിമ്പിളായിരുന്നു. ഞാൻ എന്നിട്ട് കമ്പനികൾ ആരും മൈൻഡ് ചെയ്യാതെ, അപ്പോൾ എനിക്ക് ഈ കോർപ്പറേറ്റിൻ്റെ കൾച്ചർ മനസ്സിലായി. എല്ലാവരും ബിസിനസ് ഉള്ള സിറ്റീസ് മാത്രമേ മൈൻഡ് ചെയ്യുള്ളൂ. ബിസിനസ് ഇല്ലാത്തത് എങ്ങനെയെങ്കിലും പോട്ടേന്ന് വയ്ക്കും, എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടേന്ന് വയ്ക്കും. അങ്ങനെ പോകുന്ന ഒരു 3-4 ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ. ഇവിടെ ഒന്നും വലിയ സെയിലില്ല, കോർപ്പറേറ്റുകൾ മൈൻഡ് ചെയ്യത്തില്ല. കാരണം അവർക്ക് അവിടെ ഒരു സ്റ്റാഫിനെ വെച്ച് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് വളരെ തുച്ഛമായ ലാഭമായിരിക്കും. ചിലപ്പോൾ ലാഭം പോലും ഉണ്ടായില്ല എന്നിരിക്കും. അപ്പം ഞാൻ തിരിച്ച് ഇടുക്കിക്ക് പോവാം, നമ്മുടെ പഴയ പ്ലേസിലേക്ക് തന്നെ തിരിച്ചു പോവാം, നമ്മുടെ തട്ടകത്തിലേക്ക് പോകാമ്പോൾ വൈകിട്ട് ഒരു മലയൊക്കെ കയറാം, അവിടെ പോയിരിക്കാം, കൂട്ടുകാരൊക്കെ ഉണ്ട്, അത്യാവശ്യം എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക്കിയിലാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നാട്ടുകാരായിട്ടൊന്നും ഒരു ബന്ധമില്ല. കാരണം ചെറുപ്പത്തിലേ നമ്മൾ നാട്ടിൽ നിന്ന് പോയി, അപ്പോൾ പിന്നെ നാട്ടുകാരായിട്ടൊരു ബന്ധമില്ലാത്ത സിറ്റുവേഷനായി. അങ്ങനെ ഞാൻ തിരിച്ച് കട്ടപ്പനയിലേക്ക് ചെല്ലുവാണ്. ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. അതും ഡിസ്ട്രിബ്യൂഷൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് എടുത്തു. അതായത് എറണാകുളത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന്, മാർക്കറ്റിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് സബ്ബായിട്ട് ഞാൻ സാധനം എടുത്തു. അവർ നോക്കുമ്പോൾ എന്താ എക്സ്ട്രാ ഒരു കച്ചവടം കിട്ടും, അവർക്കൊരു സ്കീം. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സ്കീം ഉണ്ടാവും, ഇത്ര സാധനം പർച്ചേസ് ചെയ്താൽ ഇത്ര ബോക്സ് ഫ്രീ കിട്ടും. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്കീം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്ട്രാ ഇതെന്നുള്ള രീതിയിൽ എനിക്ക് തന്നു. അപ്പോൾ പേയ്മെൻ്റ് എല്ലാം ഞാനാണ് ഉത്തരവാദിത്വം. അവർ എനിക്ക് ബില്ല് ചെയ്യുള്ളൂ, കടക്കാർക്ക് ബില്ല് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് കളക്ട് ചെയ്ത് കറക്റ്റായിട്ട് കൊടുത്തോണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. ഫാസോയുടെ ഇന്നർവെയർ, ഫാസോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇപ്പോൾ കേരളത്തിലില്ല അവർ. ആ അടിപൊളി ഇന്നർവെയർ ആയിരുന്നു ജെൻസിൻ്റെ, അത് ഞാൻ ചെയ്തു. പിന്നെ പിറവത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു ലേഡീസിൻ്റെ ഇന്നർവെയർ ഉണ്ടായിരുന്നു, ഷേപ്പ് വെല്ല് എന്ന് പറയുന്ന അലക്സേട്ടനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അലക്സേട്ടനൊക്കെ എത്ര നാൾ വേണമെങ്കിലും ക്രെഡിറ്റ് തരുമായിരുന്നു നമുക്ക്. പേയ്മെൻറ്റ് ഒന്ന് ഡിലേ ആയാലും നമ്മൾ വിളിച്ച് ശല്യം ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല, പുള്ളി സപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്ന റെനി എന്ന് പറഞ്ഞൊരു ചേട്ടനൊരു ഇന്നർവെയർ ബ്രാൻഡ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യം ഇന്നർവെയർ എടുത്തു തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അലക്സാണ്ടറിൻ്റെ അടുത്ത് പോകുന്നത്. കാരണം റെനി ചേട്ടൻ വി സ്റ്റാറിനൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേയും കാര്യങ്ങളും വരുന്നതുകൊണ്ട് റെനി ചേട്ടൻ തന്നെ അലക്സാണ്ടറിനെ എനിക്ക് കണക്ട് ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സെറ്റ് ചെയ്ത് കുറച്ച് ഓർഡർ അവിടെ നിന്ന് എടുക്കും, കുറച്ച് ഓർഡർ ഇവിടെ നിന്ന് എടുക്കും, അവിടെ റെഡി ആയിട്ടിരിക്കുന്ന ഐറ്റം അവിടെ നിന്ന് എടുക്കും, ഇവിടെ നിന്ന് എടുക്കും. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് പോയി. നല്ല രീതിയിൽ ഒരു ചെറിയ ഷോപ്പും എനിക്ക് കട്ടപ്പനയിൽ ഇടാൻ പറ്റി. ഒരു ജെൻസ് വെയർ ഷോപ്പും കൂടി, ജെൻസ് ഇന്നർവെയർ എല്ലാം കൂടെ ചേർത്ത് ഒരു കുഞ്ഞു ഷോപ്പ്, ഒരു കുഞ്ഞ് ഒരു തട്ടിക്കൂട്ട്. അതായത് എൻ്റെ സ്റ്റോക്ക് വെക്കാനായിട്ട് ഞാനൊരു ഗോഡൗൺ എന്തായാലും ഞാൻ എടുക്കണം ഇടുക്കിയിൽ. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഗോഡൗണിന് പകരം ഒരു ഔട്ട്ലെറ്റും കൂടി അങ്ങ് സെറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ സാധനം എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്യാം, ആൾക്കാർ വരുവാണെങ്കിൽ എനിക്ക് റീറ്റെയിലും നടക്കും. ഞാൻ അതിലും ഒരു പ്ലാനിങ് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു റീറ്റെയിൽ പ്ലസ് ഹോൾസെയിൽ ഞാൻ ഇട്ടു. പക്ഷെ ഹോൾസെയിൽ എന്നുള്ള ബോർഡൊന്നുമില്ല, ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ നമുക്ക്. അത്യാവശ്യം കച്ചവടമൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും വൈകിട്ട് കൂട്ടുകാരുടെ കൂടെ കൂടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനൊരു ചായക്കട, ഒരു കോഫി ഷോപ്പിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടുക്കിയിൽ ഒരു ഡെലിവറി ആപ്പ്, അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ്റെ ഒരു കടയിലിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, എടാ ഫുഡ് മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സ്വിഗ്ഗി സൊമാറ്റോ. അപ്പോൾ പറഞ്ഞു, ആർക്കും വയ്യ, മടിയാ. ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും മടിയാണ്, കാരണം എല്ലാവരും പണി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇവന്മാർ പറഞ്ഞു, ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഡെലിവറി ആപ്പ് വരണ്ടേ, ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു കഷ്ടപ്പാടും ഇല്ല, നമുക്ക് സാധനം എത്തിച്ച് കിട്ടിയത്. അങ്ങനെയാണ് ഒരു ആപ്പ് തുടങ്ങണം എന്നുള്ളൊരു ചിന്ത വന്നത്. അന്നേരം ഇതിന് പേരൊന്നുമില്ല, കാരണം ഇത് നമുക്കിത് എന്താണെന്ന് പോലും അറിയത്തില്ല. ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കുന്ന ഇംഗ്ലീഷ് അല്ല BA ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നതെന്നുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ച ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ല ഞങ്ങൾ പഠിച്ച കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം വെറുത്തു. കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളൊരു ഫീൽഡേ ഞങ്ങൾക്ക് വെറുത്തായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്, എന്നാൽ പിന്നെ ഒന്ന് ചെയ്ത് നോക്കാം. എനിക്ക് പിന്നെ ഇച്ചിരി പിടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഹൈപ്പറാണ്, ഞാൻ ഇച്ചിരി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരാളാണ്. എനിക്കൊരാളൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചു, ഇല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ഒരു കണ്ടന്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് ഗൂഗിൾ നോക്കി എന്തെങ്കിലുമൊക്കെ എനിക്ക് പഠിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചെയ്ത് നോക്കിയില്ലെങ്കിൽ എനിക്ക് വലിയ സമാധാനമില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. ശരി, അപ്പം ഞാനിത് പോയിരുന്നു, എങ്ങനെയാണ് ആപ്പ് വർക്ക് ചെയ്യുന്നത്, എന്താ സംഭവം എന്ന് മനസ്സിലായി. അതിനൊരു ചെറിയൊരു ആപ്പ്, ഒരു 5000 രൂപ ചിലവ്. ഈ കൂട്ടുകാരൻ പറഞ്ഞു ഒറ്റ ത്രെഡിൽ നിന്ന് ഒരു ആപ്പ് തുടങ്ങാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇത് കൊണ്ടുപോയി ഞാൻ സബ്മിറ്റ്, ഇല്ലെങ്കിൽ ഈ സംഭവം വർക്ക് ചെയ്തോണിൽ ആർക്കെങ്കിലും വേണമല്ലോ. ഞാനൊരു സാധനം ഉണ്ടാക്കി, അന്നേരം നമ്മുടെ
നമ്മുടെ ബിസിനസ് തുണിക്കച്ചവടമാണ്. പക്ഷേ ഈ ഒരു ഐഡിയ വന്നതുകൊണ്ട് ഈ ഐഡിയ ചെയ്യാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. ഈ ഐഡിയ എന്ന് പറഞ്ഞ സാധനത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു, ഞാനിത് ചെയ്തു. 5000 രൂപ ചെലവ്. ഓക്കെ, 5000 സെർവർ എടുക്കാനും ഡൊമൈൻ എടുക്കാനും ഇങ്ങനെയുള്ള കാര്യത്തിന് മാത്രമുള്ളൊരു ചിലവ് 5000 രൂപയിൽ ഞാൻ ഈ സാധനം ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒറ്റ ഷോപ്പിന് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ടേ കൊടുക്കുന്നത് കട്ടപ്പനയിലെ ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയണേ. ഞാനപ്പോൾ അതിന് പേരിട്ട് ഹൈഫ്രഷ് ഡെലിവറി എന്നുള്ളൊരു സംഭവത്തിലാണ് പേര് വന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അവർ ഒരു ഏജ്ഡ് കട്ടപ്പനയിലുള്ള ഒരു ഇത് അറിയാലോ, ടെക്കുമായിട്ട് അധികം ബന്ധമില്ല. അപ്പോൾ ഇവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. കാരണം നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം ഒരാൾ യൂസ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. ചിലവില്ല, നമ്മുടെ ഒരു സന്തോഷം. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പേര് അവിടെ വരുമല്ലോ, എൻ്റെ പേര് അവിടെ രജിസ്റ്റർ ആവും, ഇല്ലെങ്കിൽ ആ സ്ഥാപനമായിട്ട് ഞാൻ കുറച്ചും കൂടെ കണക്റ്റഡ് ആവും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു ഷോപ്പിംഗ് മാളാണ് കട്ടപ്പനയിലെ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഓണറുടെ പേര് ഡെന്നീസ് എന്ന്. പുള്ളി ഈവയിൽ ഒക്കെ വർക്ക് ചെയ്തത്. അപ്പോൾ പുള്ളി എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ട് പുള്ളിക്കൊരു നോളജ് ഉണ്ട് എങ്ങനെയാണ് ഒരു ടെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും ഒരു പുരോഗമനം വരണം, ഇല്ലെങ്കിൽ എങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരണം. പുള്ളിയുടെ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, ജോയ് സാർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി കോൺഗ്രസിൻ്റെ ഒരു മെയിൻ ആളാണ് അവിടുത്തെ. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ നോക്കി പോകുന്നൊരു ആളായിരുന്നു ഡെന്നീസ് ഏട്ടൻ. ഞാൻ ഇങ്ങനെ ഒരു ആപ്പിനെ പറ്റി ചെയ്തിട്ടുണ്ട് ചേട്ടേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയായിട്ട് ഞാൻ ഇന്നവരെ സംസാരിച്ചില്ല. ആദ്യമായിട്ട് പുള്ളിയോട് അന്നാണ് സംസാരിക്കുന്നത്. പുള്ളി എനിക്ക് ഇതേപോലെ തന്നെ ഒരു കസേര ഇട്ട് തരുന്നു, ജ്യൂസ് ഓർഡർ ചെയ്യുന്നു, ജ്യൂസ് എനിക്ക് തരുന്നു, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നു. എനിക്ക് അന്നേരം ഇത് എന്താണെന്ന് മനസ്സിലായില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് പുള്ളി തരുവാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നമ്മൾ ചെയ്തൊരു സാധനത്തിന് ഒരാൾ വന്നു, ആ വന്നതിൻ്റെ ഒരു എഫക്റ്റാണ് കാണുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ചെയറിട്ട് തരുന്നു, ജ്യൂസ് തരുന്നു, കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നു, സംസാരിക്കുന്നു. പുള്ളി ഡെലിവറി ചെയ്തോളാമെന്ന് പറയുന്നു. പുള്ളിയുടെ സ്റ്റാഫിനെ വെച്ച് ഡെലിവറി ചെയ്തോളാമെന്ന് പറയുന്നു. ഞാൻ ആകെ ചെയ്ത് കൊടുക്കുന്നത് ഡിസൈൻ ചെയ്ത് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുക. ഈ സംഭവം ഒന്നും അറിയത്തില്ല. നമുക്കൊരു ബേസിക് കോൺസെപ്റ്റ് അറിയാമെന്നല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതിൻ്റെ ഒരു ബേസിക് ഉണ്ടെന്നല്ലാതെ ഇതൊന്നും നമുക്കറിയത്തില്ല. ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. അതിൻ്റെ കൂടെ ഡിസൈനിങ് ക്യാൻവയാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻവയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത് ട്യൂട്ടോറിയൽ കണ്ട് അതെല്ലാം പഠിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഒരു മാസം എല്ലാ ദിവസവും ഒരു 10 ഡെലിവറി വീതം കട്ടപ്പന വരുന്നുണ്ട്. ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ഈ കടയിൽ കട്ടപ്പനയിൽ ആദ്യത്തെ ആപ്പ് നമ്മുടെ ആപ്പ്. കട്ടപ്പനയ്ക്ക് ആ ആപ്പിന് ഒരു ടാഗും കൂടി ഇട്ടു, കട്ടപ്പനയുടെ സ്വന്തം ഫുഡ് ഡെലിവറി ആപ്പ് എന്ന് പറയും. ആ ഒരു ടാഗ് ലൈനിലാണ് ആപ്പ് റണ്ണാവുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കൂട്ടുകാരുണ്ടല്ലോ, ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും ഡെലിവറി ചെയ്യാൻ പോകാൻ താല്പര്യമില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നാടാണ്. അപ്പോൾ സ്വന്തം നാട്ടിൽ ഡെലിവറിക്ക് പോകുന്നിടത്ത് അറിയാവുന്നവർക്ക് കൊണ്ട് ഡെലിവറി ചെയ്യേണ്ടി വരും. ഇത്രയും വിദ്യാഭ്യാസം ഇവർ MSW കഴിഞ്ഞവരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരൊക്കെയാണ്. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവന്മാർ ഡെലിവറി ചെയ്തു വീട്ടിൽ കൊണ്ടുവന്ന് തന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു പറയും. കാരണം കട്ടപ്പനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എല്ലാവരും ഏത് വീട്ടിലെ കൊച്ചാണ് അതറിയാം, അതാണ് മെയിനായിട്ട്. അപ്പോൾ വിളിയില്ല, നിന്റെ മോൻ ഇവിടെ ഒന്ന് ഫുഡ് ഡെലിവറി ചെയ്തെന്ന് പറയും. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസം ഒരു കുറച്ചില്. അപ്പം എനിക്ക് ആ പ്രശ്നമില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല, അപ്പോൾ ഞാൻ ചെയ്തോളാം. അപ്പം എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്ത, എനിക്ക് എല്ലാ ദിവസവും ഡിസ്ട്രിബ്യൂഷൻ വേണ്ട, സപ്ലൈ ചെയ്യാൻ പോകണ്ട. കാരണം ഇടുക്കിയല്ലേ, ഉള്ള സമയത്ത് പോയാൽ മതി. അല്ലാതെ ഞാൻ ഡെലിവറിക്ക് പോകും. നമ്മൾ തന്നെയാണ് മുതലാളി, നമ്മൾ തന്നെയാണ് തൊഴിലാളി, എല്ലാം നമ്മൾ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ തന്നെ ഡെലിവറിക്ക് പോകും. ഒരു വീട്ടിൽ സ്ഥിരം ഡെലിവറി എല്ലാ ദിവസവും ഉണ്ട്. ഇല്ലെങ്കിൽ ഇടവിട്ട് അവിടെ ഏത് ഗസ്റ്റ് വന്നാലും എന്നെ തന്നെ വിളിച്ച് എനിക്ക് ഓർഡർ തരും. പുള്ളി അത്യാവശ്യം നല്ല ചുറ്റുപാടുള്ള ഒരു മനുഷ്യനാണ്. ഇതാരാന്ന് നമുക്ക് അറിയത്തുമില്ല, പുള്ളിക്ക് എന്നെ അറിയത്തില്ല. പുള്ളി എന്നോട് വരുമ്പോൾ നല്ല സ്നേഹവും വർത്താനവും, വെള്ളം കുടിച്ചിട്ടൊക്കെ പോകാൻ പറയൂ, ഭയങ്കര കെയറിങ് പുള്ളിക്ക്. അങ്ങനെ പുള്ളിക്ക് അറിയത്തില്ല, പുള്ളിയുടെ വിചാരം ഞാൻ ഒരു ഡെലിവറി ബോയ് ആണ്, വേറൊരു നാട്ടിൽ നിന്ന് ഈ ആപ്പിന്റെ ഡെലിവറി ബോയ് ആയിട്ട് ഒരു കട്ടപ്പനയിൽ താമസിച്ച് ഡെലിവറി ചെയ്യുന്ന ഒരു പയ്യൻ എന്നുള്ളതാണ്. പുള്ളിയുടെ കസിനാണ് സാന്ദ്ര തോമസ്, ഫ്രൈഡേ ഫിലിംസിൻ്റെ ഒക്കെ അതിൻ്റെ ആള്. അപ്പോൾ ഈ പുള്ളി എന്നോട് പറഞ്ഞടാ, ഞാൻ നിനക്കൊരു നല്ല ജോബ് മേടിച്ചു തരാം. അല്ല എവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇന്ന ഹോൾഡൊക്കെ ഉണ്ട്. പുള്ളിയുടെ വീട്ടിലാണ് ലിറ്റിൽ ഹാർട്സ് സിനിമയൊക്കെ എടുത്തത്. അപ്പൊ അത്ര സിനിമാക്കാരുമായിട്ടൊക്കെ നല്ല കണക്ഷനാണ്. പുള്ളി എന്നോട് പറഞ്ഞാൽ നിനക്ക് ഇതുണ്ട്,
എനിക്ക് ഫ്യൂച്ചർ ഉണ്ട്, നീ എന്തിനാ ഈ ഡെലിവറി ബോയ് ആയിട്ട് കിടന്ന് ഇങ്ങനെ നരകിച്ച് ജീവിതം കളയുന്നേ, നീ വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞു വിൽസൺ ചേട്ടാ ആപ്പ് തന്നെയാണ്, ഇത് എൻ്റെ ആണ്. അങ്ങനെ വിൽസൺ ചേട്ടനോട്ട് നല്ല കമ്പനിയായി. വിൽസൺ ചേട്ടൻ്റെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ വിൽസൺ ചേട്ടൻ്റെ പ്രോപ്പർട്ടിയിൽ ഇല്ലെങ്കിൽ വിൽസൺ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, പുള്ളിയുടെ വീട്ടിലായിക്കോട്ടെ, ഏത് പ്രീമിയം ഗസ്റ്റ് വന്നാലും ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലായി. നമ്മളെ വിളിക്കുള്ളൂ. പുള്ളി പിന്നെ ഒരു കടയിലേക്കും വിളിക്കത്തില്ല. നീ എവിടെയുണ്ട്, എനിക്ക് ഇന്ന സമയത്ത് ഇന്ന ഫുഡ് ഇത്രയൊക്കെ വേണം, നീ അതനുസരിച്ച് ഡീൽ ചെയ്തു. അപ്പം 1000 രൂപയുടെ ഫുഡാണെങ്കിൽ പുള്ളി 1500 തരും. അങ്ങനെയൊക്കെ പുള്ളിക്ക് പ്രശ്നമില്ല. അപ്പം എനിക്ക് മനസ്സിലായി നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ, തുണിക്കച്ചവടമൊക്കെ ഒന്ന് കടവും കാര്യങ്ങളൊക്കെയാണ്, ക്രെഡിറ്റാണ്. ഇത് നമുക്ക് ക്രെഡിറ്റ് ഒന്നുമില്ല, കൊണ്ടേ കൊടുക്കുന്നു, ഓൺ ദ സ്പോട്ട് പൈസ കിട്ടുന്നു, രൊക്കം കാശ്. ഫുഡിന് ക്രെഡിറ്റ് ഇല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ക്രെഡിറ്റ് ഇല്ലാത്തൊരു ബിസിനസ് ചെയ്യാം. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സും ഈ ബിസിനസ് എന്താണെന്നുള്ളത് നമുക്ക് പഠിച്ചു തുടങ്ങി. നമ്മൾ ബിസിനസ് എന്താണെന്ന് അറിയാതെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. ഇതെന്താണ് സംഭവം, ഇല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു കൾച്ചർ എന്താണ്, വെട്ടൊന്ന് തുണ്ടൻ രണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാണ് പൈസ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതൊന്നും നമ്മുടെ ഇതിലില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് പറഞ്ഞുള്ള പരിപാടിയല്ല. ഒരു സാധനം വാങ്ങി വിൽക്കുന്ന പരിപാടി, എന്നിട്ട് കടം കൊടുത്തിട്ട് പൈസ വാങ്ങുന്ന പരിപാടി, ഇത് നമുക്ക് നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ സ്വഭാവത്തിനും എൻ്റെ ഒരു ഇതിനും കൊടുത്ത കാശ് പിന്നെ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇന്ന് പിന്നെ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചു മേടിക്കാന്ന് പറഞ്ഞാൽ പാടാ. ശരിയായിക്കോട്ടെ. അപ്പം എനിക്ക് മനസ്സിലായി സെയിൽസും പർച്ചേസും എനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. അതായത് സാധനം മേടിച്ച് അതുകൊണ്ട് വിറ്റ് അതിൻ്റെ ആ കിട്ടിയ പൈസയും കൊണ്ട് പോയി പർച്ചേസ് ചെയ്ത് പിന്നെ സെയിൽസ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇത് പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചെയ്യും. അങ്ങനെ ഞാൻ നേരെ സർവീസ് ബിസിനസ് മതി. അങ്ങനെയാണ് ഞാൻ ഈ ഫുഡ് ഡെലിവറി നന്നായിട്ട് ചെയ്യാൻ തീരുമാനത്തിലേക്ക്. അപ്പൊ ഇതിന് പേരിടണം. ഇത്രത്തോളം പേരൊന്നും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്, കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം, പല പല ഷോപ്പുകളും ആഡ് ചെയ്യണം. ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനൊരു പേരിടണം. എന്ത് പേരിടുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൈ റേഞ്ച് ആണല്ലോ, ഹൈ റേഞ്ചിന്റെ HI എടുത്തു. ഓക്കെ, ഹൈ റേഞ്ച് എന്തായാലും വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഹൈ റേഞ്ചിന്റെ ഒരു ടച്ച് ഉള്ളൊരു ഇതായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഹൈ റേഞ്ച് എടുത്തു. അപ്പോൾ കൂടെ എൻ്റെ പേര് എന്തായാലും വേണം. അപ്പോൾ ഞാൻ ZEയും കൂടി എടുത്തു, HI ZE. പിന്നെ ഹൈസിന്ന് മാത്രമേ വരുന്നുള്ളൂ. ഹൈസിന്ന് ഇട്ട ഒരു ഫീൽ കിട്ടുന്നില്ല, ഒരു പഞ്ചില്ല. അത് മാത്രമല്ല ഡൊമൈനും കിട്ടാൻ പാട്. അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ പോകുന്ന ഒരു പരിപാടിയാണല്ലോ, അതായത് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ ഇതുമായിട്ട് കണക്ട് ചെയ്തേക്കണ ഒരു സംഭവം എന്തെങ്കിലും വാക്കിടാന്ന് വിചാരിച്ചിട്ട് കുറേ വാക്കൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കി, ഒന്നും ടച്ച് ആവുന്നില്ല. അങ്ങനെ ഒരു HICHIZEGO ഹൈസിഗോ എന്ന് പറഞ്ഞ് ഗോ ഒന്നും കൂടെ ആഡ് ചെയ്ത് ഞങ്ങൾ ഹൈസിഗോ എന്ന് പേരിട്ട് ട്രേഡ് മാർക്ക് എടുത്തു. അപ്പൊ ആദ്യത്തെ കമ്പനിക്ക് സെന്ന് പേരിട്ടു, സെൻ മാർക്കറ്റിംഗ്. രണ്ടാമത്തെ കമ്പനി ആയപ്പോൾ അവിടെ സെന്നിന്റെ ZE കൊണ്ടുവന്നു. എന്നിട്ട് ഹൈ റേഞ്ച് ഗോയും കൂടി ആഡ് ചെയ്ത് സെറ്റ് ചെയ്തു. അപ്പൊ ഈ പേരിടുമ്പോഴേക്ക് ഇത്രയും കാര്യങ്ങൾ അന്ന് മുതൽ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരുന്നു ചെയ്യുന്നത്. ആലോചിച്ച് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വരുവാണ്. ഇത് നമ്മളെ ഒരു ടീമിനെ ഏൽപ്പിക്കുവാണെങ്കിൽ ഓക്കെ. ഇപ്പം നമ്മുടെ മാർക്കറ്റ് കൺസൾട്ടിങ് ടീമുണ്ട്, ഒരു പേരിടാനൊക്കെ അങ്ങനെ ഒത്തിരി കമ്പനികളുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. നമ്മുടെ കയ്യിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് വരുന്ന കാശും അല്ലറ ചില്ലറ ഫ്രീലാൻസ് പരിപാടിയും ചെയ്തതും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാശും വെച്ചിട്ട് ചെയ്യുന്നതാണ്. കിട്ടുന്ന ഡൊമൈൻ നോക്കി, ഈ പേരിട്ടിട്ട് ഡൊമൈൻ നോക്കിയപ്പോൾ ഡൊമൈൻ ഉണ്ട്, .com കിട്ടും, ട്രേഡ് മാർക്കും കിട്ടും. ബിസ്പോൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് നമുക്ക് ട്രേഡ് മാർക്ക് എടുത്തത്. പേരെന്താ പുള്ളി എടുത്തു തന്നു. അവിടെ ഉള്ളൊരു എക്സിക്യൂട്ടീവാണ്. ഞാനൊരു ട്രേഡ് മാർക്ക്, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ട്രേഡ് മാർക്കിന് ഒരു റിജക്ഷനോ, അവരെല്ലാം കറക്റ്റ് നീറ്റായിട്ട് എനിക്ക് ട്രേഡ് മാർക്ക് എടുത്തു. ഈ ട്രേഡ് മാർക്ക് എടുക്കണം എന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ ആ സാധനം കൂടി ഇരിക്കട്ടെ, നമ്മുടെ ആപ്പിന് ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട, അതില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ട. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞെന്നുള്ള രീതിയിൽ എല്ലാവരും പോയിട്ട് പോലും ഇത് ഞാനിങ്ങനെ തട്ടിക്കൊണ്ട് പോവാണ്, ഇങ്ങനെ പുഷ് ചെയ്യാണ്. കയ്യിൽ വരുന്ന പൈസ വരുന്ന തള്ളി 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 എങ്ങനെയെങ്കിലും ഇതൊന്നും എത്തിക്കും, എവിടെയെങ്കിലും എത്തും. നമ്മൾ ആ സമയത്തൊക്കെ ഇൻവെസ്റ്റർ തപ്പി നടക്കുക. ഒരു ഇൻവെസ്റ്ററും കൂടി ഉണ്ടെങ്കിൽ സംഭവം സെറ്റാവും. ഞാൻ ചോദിക്കാൻ പറ്റില്ല, കാരണം ഒരു സ്റ്റാർട്ടപ്പാണ്. സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ തപ്പുക, ഇൻവെസ്റ്റർ എടുക്കുക, അവർ ഓൺബോർഡ് ചെയ്യുക, കമ്പനി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് പോയില്ലെന്ന് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് പോകാൻ ശ്രമിച്ചു, ഇൻവെസ്റ്റ്മെന്റ് വരുകയൊക്കെ ചെയ്തു. വരും, ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ ഇതിനെപ്പറ്റി അന്വേഷിക്കും, ഫുഡ് ഡെലിവറി ആപ്പിനെ പറ്റി അന്വേഷിക്കാൻ തോന്നും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഡെലിവറി സിസ്റ്റം. ഇതെല്ലാം പൂട്ടിക്കെട്ടിപ്പോയി. അതിന് കാരണമുണ്ട്.
ഇതെല്ലാം പൂട്ടിക്കിട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റേഴ്സ് 2 മാസം 3 മാസം ഇതിനെപ്പറ്റി പഠിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഈ സാധനം പൊട്ടും എന്ന് മനസ്സിലാവുമ്പോൾ, ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രീവിയസ് മോഡൽസ് പൊട്ടിയതാണെന്നുള്ള മോഡൽസ് പൊട്ടിയതായതുകൊണ്ട് ഇവരെല്ലാം സ്റ്റോപ്പ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, നമുക്ക് ഫണ്ട് തരാൻ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെയാണ്, ഇല്ലെങ്കിൽ തന്ന ഫണ്ട് തിരിച്ചു മേടിച്ചു വരുന്നുണ്ട്. നമ്മുടെ കയ്യിലേക്ക് തരുന്നു, അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നമ്മൾ ഇത്ര പറയുന്നു, അതിന്റെ ഒരു അഡ്വാൻസ് തരുന്നു, എന്നിട്ട് ആ പൈസ തിരിച്ചു മേടിച്ചു നമ്മൾ തിരിച്ചു കൊടുത്തോളുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി പണി പാടി. അപ്പൊ ഇതിന് ഇൻവെസ്റ്റർ കിട്ടത്തില്ല. ഈ ഒരു സ്റ്റേജിൽ എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോയി? ഇത് എൻ്റെ ആപ്പ് എനിക്ക് ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നിട്ടില്ല, ഇല്ലെങ്കിൽ എനിക്ക് സെർവർ ഓഫ് ചെയ്യേണ്ടി വന്നില്ല. കാരണം ഞാൻ പഠിച്ചു. അപ്പൊ ഇൻവെസ്റ്റർ ഒന്നും വരാത്തോണ്ട് തന്നെ നമുക്ക് ഈ സാധനം ഇതുപോലെ തട്ടിമുട്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് ഒരു വീട്ടിലൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ അമ്മ കിടപ്പായി പോയി. കിടപ്പായി എന്ന് പറഞ്ഞാൽ ഇല്ല, പ്രായമൊന്നും ആയിട്ടില്ലായിരുന്നു. MND എന്ന് പറഞ്ഞ അസുഖമായിരുന്നു. MND മോട്ടോ ന്യൂറോ ഡിസീസ്. അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പോൾ ഈ അസുഖം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം മമ്മി നിൽക്കുമ്പോൾ വീഴുന്നു, ബോഡിക്ക് കൺട്രോൾ ഇല്ല, ഇങ്ങനത്തെ പല പല ഇഷ്യൂസും മമ്മിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഒരാൾ എപ്പോഴും വീട്ടിൽ വേണം. ഞങ്ങൾ 3 ആൺമക്കളാന്ന് പറഞ്ഞല്ലോ, പെൺപിള്ളേരില്ല. പെൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ തന്നെ ഇങ്ങനെ മാറി മാറി 3 ടേണിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഇളയ അനിയനായിരുന്നു ആദ്യം നിന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അനിയൻ നിന്നു. അത് കഴിഞ്ഞ് ഇളയ അനിയൻ ദുബായിക്ക് പോകേണ്ട ഒരു ഓഫർ അവന് വന്നു. ഞങ്ങൾ പിന്നെ നാട്ടിൽ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ലാന്ന് വെക്കാം. അവനൊരു ദുബായിലൊരു ഓപ്പർച്യൂണിറ്റി, അവൻ ഡോൺ ബോസ്കോയിലാണ് പഠിച്ചത്, വെണ്ണലയിൽ. കോളേജിൽ നിന്ന് തന്നെ അവനൊരു ഓഫർ കിട്ടി ദുബായിക്ക് പോകാൻ. അപ്പോൾ പിന്നെ അവനെ നമുക്ക് തടഞ്ഞു നിർത്താനോ പറ്റത്തില്ല, കാരണം അവൻ്റെ ലൈഫാണ്, അവന് നോക്കേണ്ടതാണ്. അവൻ പോട്ടേന്ന് വെച്ചു. അങ്ങനെ രണ്ടാമത്തെ അനിയൻ കുറച്ച് ദിവസം നിന്നു. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കട്ടപ്പനയിൽ എനിക്കൊന്ന് വരേണ്ട വന്നു. അപ്പം മമ്മിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം. മമ്മിക്ക് എപ്പോഴും ഒരാൾ വേണം. ബാത്റൂമിൽ പോകാനാണെങ്കിൽ നമ്മൾ പിടിച്ചുകൊണ്ടേ ഇരുത്തണം. അപ്പോൾ തുടക്കത്തിലൊക്കെ നടക്കാൻ പറ്റുമായിരുന്നു. വർത്താനം പറയുന്നത് പിന്നെ പയ്യെ ഇല്ലാണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്താനം പറയുന്നത് സൗണ്ട് വരാണ്ടായി, അല്ലെങ്കിൽ വർത്താനം കുഴഞ്ഞു പോകും. വർത്താനം പറയുന്നത് കറക്റ്റ് ആവാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും, മനസ്സിലാകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ തുണി ബിസിനസ് എനിക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. മമ്മിയായിരുന്നു പർച്ചേസും ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ. ഫുള്ള് ഞാൻ ഈ ഇസിഗോയിലേക്ക് മാത്രമായിട്ട് ഇരിക്കാൻ തുടങ്ങി. കാരണം തുണിക്കച്ചവടം ചെയ്യാൻ പോകണമെങ്കിൽ പോകണം. ഞാൻ ഡെലിവറി സ്റ്റാഫിനെ ഒരാളെ വെച്ചു. ഡെലിവറി ചെയ്യാൻ വേണ്ടി കടകളൊക്കെ ആയി. ഡെയിലി ഒരു 25 ഓർഡറൊക്കെ കട്ടപ്പനയിൽ നിന്ന്. എൻ്റെ ചിലവും അവൻ്റെ ചിലവും എല്ലാം നടന്നു പോകുന്ന രീതിയിലുള്ളൊരു ബിസിനസ് ആയി ഇസിഗോ. അത്യാവശ്യം നാട്ടുകാരൊക്കെ അറിയാനും തുടങ്ങി. അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ പിറവത്തും കൂടി തുടങ്ങി. കാരണം വീട്ടിൽ മമ്മിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഡെലിവറി വന്നാൽ ഞാൻ പോയി ഡെലിവറി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരു വരുമാനം എനിക്കും ആവും. അങ്ങനെ മമ്മീനെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ബിസിനസ് എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം മാർക്കറ്റിൽ എൻ്റെ ഫണ്ട് കിടക്കുവാണ്. ഒരു 10 ലക്ഷം രൂപ അടുത്ത് തുണിക്കച്ചവടത്തിൻ്റെ തന്നെ എമൗണ്ട് അവിടെ കിടക്കുക. ഈ പേയ്മെൻറ്റ് മേടിച്ചെടുക്കാൻ തന്നെ കുറേ ഡിലേ വന്നു. കാരണം കറക്റ്റ് ടൈമിൽ നമ്മൾ പോയി ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ തുണിക്കച്ചവടത്തിൽ പേയ്മെൻറ്റ് കിട്ടത്തില്ല. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് വന്നു. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ബ്ലോക്കായി, കടമായി. അപ്പോഴും ഞാനിത് ഇസിഗോ വിടാതെ ഒരു സൈഡ് വരുമാനം എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ പിറവത്തെ കൂടെ തന്നെ ഇതാനൊക്കെ ഓടിക്കുന്നു. കട്ടപ്പനയിലും ഉണ്ട്. ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് മമ്മിയുടെ ഈ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ആർക്കും അറിയത്തില്ല ഈ അസുഖം എന്താണെന്ന്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ പേര് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി 2 ആഴ്ച സ്റ്റേ ചെയ്തായിരുന്നു. ഈ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് MRI സ്കാൻ എന്ന് വേണ്ട സകല ടെസ്റ്റ് കൊടുത്തു. ഈ അസുഖത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു റിസൾട്ടിലും ഇല്ലെങ്കിൽ ഒരു ടെസ്റ്റിലും ഈ സാധനം കാണിക്കത്തില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും ഒന്നും കാണിക്കത്തില്ല, MRI എടുത്താലും ഇത് കാണിക്കത്തില്ല. കാരണം ഞരമ്പ് ചുരുങ്ങുന്ന ഒരു അസുഖമാണിത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഘടന മാറുന്നൊരു അസുഖമാണ്. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അവസാനം മമ്മീനെയും കൂടി ഞാൻ വയനാട്ടിലൊരു ആദിവാസി ഊരിൽ വരെ അവിടെ ഉള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി നോക്കി. പുള്ളിക്കും അറിയത്തില്ല ഇതെന്താണ്. നമ്മൾ അന്നേരം ഇങ്ങനെ കേൾക്കുവാണല്ലോ, അവിടെ കൊണ്ടുപോയാൽ മാറി, ഇവിടെ കൊണ്ടുപോയാൽ മാറും എന്ന് പറഞ്ഞുള്ളത്. നമ്മൾ എല്ലായിടത്തും വിസിറ്റ് ചെയ്യുക. മാക്സിമം ഇതിന്റെ പുറകെ തന്നെ കുറേ നടന്നു. അപ്പൊ നമുക്ക് ഈ കടം കൊടുത്ത സാധനങ്ങളൊക്കെ പൈസ കിട്ടുമ്പോൾ എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ട്രാവലിംഗ് ആണ് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം മമ്മീനെ കൊണ്ട് എവിടെയെങ്കിലും ഈ അസുഖം കണ്ടുപിടിക്കുക, അസുഖം കണ്ടുപിടിച്ചാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. മെഡിക്കൽ കോളേജിലെ ഡോക്ടറും ജേക്കബ് എന്നാണ് ആ ഡോക്ടറിന്റെ പേര്. പുള്ളി ഈ രോഗം എന്താണെന്ന് എന്നോട് പറയുന്നില്ല. പുള്ളി എന്നോട് ഈ രോഗത്തിന്റെ പേര് പറയുന്നില്ല. പുള്ളി എടാ ഇതിങ്ങനെയാ, ഇത് കൂടിക്കൂടി വരുള്ളൂ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിടുകയാണ് ചെയ്തത്. നമുക്കൊന്നും ചെയ്യാനില്ല. ഡോക്ടർക്ക് വളരെ കാഷ്വലായിട്ട് ഡോക്ടർ പറയുന്നത്. ഞാനും ഇത് കാഷ്വലായിട്ട് എടുത്തോളൂ, അസുഖമല്ലേ, മരുന്ന് കഴിച്ചാൽ മാറാത്ത അസുഖമൊന്നും ഇന്ന് നമ്മുടെ മെഡിക്കൽ സയൻസിൽ ഇല്ല എന്നുള്ളൊരു
ഒരു ഓവർ കോൺഫിഡൻസ് എൻ്റെ മനസ്സിലും ഉണ്ട്, ഒരു മനുഷ്യൻ എന്നുള്ള ന്യൂജനാളെന്നുള്ള. ഇത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് MND ആണെന്ന്? ഇത് MND ആണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ഓരോ ഡോക്ടർമാരെ പറ്റി ഞാൻ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി, ആരാണുള്ളത്, എവിടെയാണുള്ളത്, എവിടെ കൊണ്ടേ കാണിച്ചതൊന്നും ശരിയാവും, ഇത് ശരിയായാലേ ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ബിസിനസ് ചെയ്യണം. മമ്മി ഒന്ന് റെഡിയായി വന്നാലേ തുണിക്കച്ചവടം പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മമ്മിയാണ് ഇതിൻ്റെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴയിലുള്ള ഒരു പ്രദീപ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി. പുള്ളി ഇപ്പോൾ രാജഗിരിയിലാണെന്ന് തോന്നുന്നു. പുള്ളിയാണ് എന്നോട് പറയുന്നത് ഇത് MND എന്ന് പറഞ്ഞ അസുഖമാണ്, ഇത് ഡിറ്റക്റ്റ് ചെയ്താൽ 5 കൊല്ലം കൂടി ആൾ ജീവിച്ചിരിക്കുകയുള്ളൂ. ഇപ്പോൾ എത്ര കാലമായെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ 2-3 കൊല്ലം ആയെന്ന് തോന്നുന്നു പറഞ്ഞു. എടാ അങ്ങനെയാണെങ്കിൽ ഒരു 2-3 കൊല്ലം കൂടി നമുക്ക് കിട്ടുള്ളൂ. പുള്ളിക്ക് ഇപ്പം തന്നെ 12, ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ 12-13 പേഷ്യൻസ് ഈ അസുഖമുള്ളവർ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയാണ് എനിക്ക് അസുഖം എഴുതി തരുന്നത്. നീ ഇതിന് ട്രീറ്റ് ചെയ്യാൻ പോകണ്ട, നീ ട്രീറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പം ഡോക്ടറെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും ഒരു മരുന്ന് തരാൻ പറഞ്ഞു. പുള്ളി ഒരു 2 വിറ്റമിൻ ഗുളികയും ഒരു വേദന മാറാനുള്ള ഒരു ഗുളികയും സാധനങ്ങളും മാത്രമായിട്ട് എനിക്ക് എഴുതി തന്നു. ഇത് മമ്മിയോട് പറയാൻ പറ്റത്തില്ല. ഇത് മാറാനുള്ള ഒരു മരുന്നാന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിറ്റാമിൻ ഗുളികയാണെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ബാക്കി എൻ്റെ അനിയന്മാർ ഗൂഗിളിൽ നോക്കിയൊക്കെ കണ്ടുപിടിച്ചു. പക്ഷെ അമ്മമാരും മമ്മിയോട് പറയാൻ നിന്നില്ല. നമ്മൾ പറയണത് എന്താ, മമ്മിയുടെ വിറ്റാമിൻ്റെ ഒക്കെ കുറവും കൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത്, ഇതൊക്കെ ശരിയാവും, 5 കൊല്ലം കൊണ്ട് ശരിയാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് എക്സ്ട്രീം ലെവലിലേക്ക് എത്താൻ തുടങ്ങി. എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു സിംറ്റംസ്? പിന്നെ അനങ്ങത്തില്ല. ഫുൾ ഒരു 3 വയസ്സ് അല്ല 3 മാസമുള്ളൊരു കുഞ്ഞിനെ പോലെ ആവും. ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, കണ്ണ് കാണാൻ, ചെവി കേൾക്കാൻ എല്ലാം ഉണ്ട്. പക്ഷെ വർത്തമാനം പറയത്തില്ല, ശരീരം അനങ്ങത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും എല്ലാത്തിനും നമ്മളൊരു കുഞ്ഞിനെ എടുക്കുന്ന പോലെ എല്ലാ കാര്യത്തിനും നമ്മൾ അടുത്ത് വേണം. മമ്മി ഉണ്ടോ ഇപ്പോൾ? ഇല്ല, മമ്മി കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ മരിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ പോവുമായിരുന്നു കാര്യങ്ങളൊക്കെ. മമ്മി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടം കൂടുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും കുറയ്ക്കണം. കടം കയറി നിൽക്കുവാണ്, നമുക്ക് ഫണ്ടില്ല, കാരണം ഇൻവെസ്റ്റേഴ്സും വരുന്നില്ല, ഫണ്ടും ഇല്ല, യാതൊരു കാര്യങ്ങളും. കുറേ ഫണ്ട് പോയി. കാരണം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും വേണം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് കയറിയാൽ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫണ്ട് പ്രതീക്ഷിക്കേ വേണ്ട, പൈസ കിട്ടത്തില്ല. നമ്മൾ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഫണ്ട് തിരിച്ചു വരത്തില്ല. അങ്ങനെ കുറേ ഫണ്ടൊക്കെ പോയി. നമുക്ക് തന്നവരുടെ ഫണ്ട് പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ടായി. അങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയി. നമ്മളെ സഹായിച്ചവരെയൊക്കെ നമ്മളെ മോശം പറയാൻ തുടങ്ങി. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്നു വെച്ച് നമ്മളെ സഹായിച്ചതാണ്. തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം വീട്ടിൽ ഇങ്ങനെ ഒരു രോഗം വന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നു. അത് ആശുപത്രി കേസിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ എന്തോരം കാശ് ഉണ്ടായാലും ഇത് ട്രീറ്റ്മെന്റ് ഇല്ല. പക്ഷെ പ്രശ്നം വെച്ചാൽ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിരുന്നു. ട്രാവലിംഗ് എക്സ്പെൻസ്, പിന്നെ ഈ മരുന്ന് മേടിച്ചു കൊടുക്കാൻ, പിന്നെ നമ്മൾ ഫുൾ ടൈം വീട്ടിൽ നിൽക്കണം. നമുക്ക് വേറെ ഇൻകം ഇല്ലല്ലോ. നമുക്ക് വേറെ ഇൻകം ഇല്ല. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തട്ടിമുട്ടി ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ട്രാക്കിൽ കയറി വന്നിട്ട് തിരിച്ച് ട്രാക്കിൽ കയറിയെന്ന് വെച്ചാൽ മമ്മി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ, എനിക്ക് അപ്പോഴത്തേക്കും ഒന്ന് മാറി നിൽക്കണം, എവിടെയെങ്കിലും ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വന്നാൽ ഈ കടമെല്ലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെയും പഴയതുപോലെ ആവാം എന്നുള്ളൊരു പ്രതീക്ഷയാണ്. സിനിമ സ്റ്റൈലിലേക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് നേരെ തമിഴ്നാട് പോവാണ്, കൂട്ടുകാരുടെ അടുത്തേക്ക് ട്രിച്ചി പോവാണ്. ട്രിച്ചി അവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് ഹോട്ടലിലേക്ക് ചെല്ലണേ. അപ്പോൾ നമ്മുടെ ഈ ആപ്പ് ഇങ്ങനെ റൺ ആവുന്നുണ്ട്. എന്നാൽ പിന്നെ വേറെ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ചെയ്യാം. വേറൊരു കാരണം കൂടി ഉണ്ട്. ഈ ഫുഡ് ഡെലിവറി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ പറയണ പോലെ ഇപ്പോൾ ഉള്ള ആപ്പുകളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കമ്മീഷൻ കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ടിരുന്നത്. അതായത് 100 രൂപയുടെ ബിരിയാണി ആണെങ്കിൽ നമ്മൾ കൊണ്ട് ഡെലിവറി ചെയ്യുമ്പോൾ ഒരു 150 രൂപയാവും. ഇതിൻ്റെ ബാധ്യത സഹിക്കേണ്ടത് കസ്റ്റമറാണ്. കസ്റ്റമർക്ക് ഇരിക്കുന്നിടത്ത് കിട്ടും. പക്ഷെ ഞങ്ങളുടെ ലാഭവും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 150 രൂപ 180 രൂപ ചിലവ് വരും. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആപ്പിനെ പറ്റി ഇങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് വരാൻ തുടങ്ങി, കുറേ വിളി വരാൻ തുടങ്ങി. എടാ എന്നാടാ കടയിൽ നിന്ന് 100 രൂപ ഉള്ളല്ലോടാ, എൻ്റെ സാധനത്തിൽ നിന്ന് മേടിക്കാൻ നേരത്ത് 150 രൂപ, എന്നാൽ പിന്നെ ഞാൻ കടയിൽ പോയി മേടിച്ചാൽ പോരെ, ഇല്ലെങ്കിൽ കടക്കാരനോട് വിളിച്ച് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടു തരുമല്ലോ, എന്തിനാണ് പിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞിനെ പറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു കൊച്ചിനെ പറ്റി അപവാദം പറയുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ പറ്റിയാണ് നെഗറ്റീവ് പറയുന്നത്. സംഭവം ശരിയാവില്ല. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ബിസിനസ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. സെയിൽസ് ഇല്ല, പർച്ചേസ് ഇല്ല, ഉള്ളി സർവീസ്, കൊണ്ടേ കൊടുക്കുന്നു, പൈസ കിട്ടുന്നു, ഇങ്ങനത്തെ ഒരു പരിപാടി. കടവുമില്ല. ഈ ഒരു ബിസിനസ്സിൽ മാത്രം കടം വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി കടം കയറത്തില്ല. ഇതിനെപ്പറ്റി പഠിക്കണം, ഇതിനെപ്പറ്റി നല്ല പോലെ പഠിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ബാക്കിയുള്ള ആപ്പുകളുണ്ടല്ലോ, ഇപ്പം നമുക്ക് മാർക്കറ്റിലുള്ള പ്രമുഖ ആപ്പുകളെല്ലാം 40% കമ്മീഷനാണ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്നത്. ഓക്കെ 40% കമ്മീഷനാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്നത്. അതിൻ്റെ കൂടെ ഡെലിവറി ചാർജ്, ടാക്സ്, ഇതെല്ലാം പ്ലാറ്റ്ഫോം ഫീ അതെല്ലാം ചേർത്തിട്ട് വരാൻ നേരത്തൊരു എമൗണ്ട് വരും. പക്ഷെ കടക്കാർക്ക് കിട്ടുന്നത് 100 രൂപയുടെ ബിരിയാണി ആണെങ്കിൽ കടക്കാരോട് പറയുന്നത് 40% നമ്മുടെ കമ്മീഷനാണ്. അത്യാവശ്യം വലിയ അറിവില്ല ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്, 100 + 40% 140 രൂപയാണ് അവൻ ആപ്പിലിടുന്നത്. പക്ഷേ ഈ 140 രൂപ -40% ആണ് ഈ ആപ്പുകൾ എടുക്കുന്നത്. അപ്പം ശരിക്കും 100 രൂപ കിട്ടില്ല ഈ ഹോട്ടൽ ഉടമയ്ക്ക്, കിട്ടത്തില്ല. 140-ൽ നിന്ന് 40% കുറഞ്ഞു പോയാൽ എത്ര രൂപ കിട്ടും? 84 രൂപയെ കിട്ടുള്ളൂ. അപ്പൊ ആക്ച്വലി 100 രൂപയുള്ള പ്രൊഡക്റ്റിന് 84 രൂപയാണ് 16 രൂപ കുറച്ചാ കിട്ടുന്നത്. ഒരു ഹോട്ടലുകാരന് 100 രൂപയുടെ സാധനം വിറ്റാൽ 16 രൂപ കുറച്ചാ കിട്ടുന്നത്. അപ്പൊ അത് 200 രൂപയുടെ സാധനം ആണെങ്കിലോ 32 രൂപ വീതം കുറയും. അപ്പൊ അതൊരു ഫുൾ ഒരു 1000 രൂപ ബൾക്കായിട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എത്ര രൂപ പോകുന്നതെന്ന് പോലും കടക്കാരന് അറിയാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു കണക്ക് പോലും അവർക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് 140 ഇവര് 40% കമ്മീഷൻ എടുക്കും, സാറേ അത് കൂട്ടിയിടണം എന്ന് നമ്മളോട് പറയുന്നത്. 60% കൂട്ടിയിട്ടാലേ ഈ പറയുന്ന ആപ്പുകളിൽ നമുക്ക് 96 രൂപയെങ്കിലും കിട്ടുള്ളൂ. 4 രൂപ എന്നാലും പോകും, പൊക്കോട്ടെ, 4 രൂപ പൊക്കോട്ടെ എന്ന് വെച്ചു. എന്നാലും 60% കൂട്ടിയിട്ടാലേ 96 രൂപയെങ്കിലും കിട്ടുള്ളൂ 100 രൂപയുടെ സാധനത്തിന്. അപ്പൊ അത് ആര് സഹിക്കണം? കസ്റ്റമർ സഹിക്കണം. കസ്റ്റമർ എന്തൊക്കെ സഹിക്കണം? ഈ 60% കൂട്ടിയിട്ടതിന്റെ വില സഹിക്കണം, പ്ലാറ്റ്ഫോം ഫീ സഹിക്കണം, പ്ലാറ്റ്ഫോം ഫീയുടെ ടാക്സ് സഹിക്കണം, പാക്കിംഗ് ചാർജ് സഹിക്കണം, ഡെലിവറി ചാർജ് സഹിക്കണം. അതായത് 100 രൂപയുടെ സാധനത്തിന് നമ്മൾ ആപ്പ് വഴി വാങ്ങുമ്പോൾ 210 രൂപ നമ്മൾ കൊടുക്കണം. തീർച്ചയായിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു മാറ്റം കൊണ്ടുവന്നാൽ എൻ്റെ സ്റ്റാർട്ടപ്പായി. നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. എൻ്റെ കൊച്ചിനെ കൊണ്ട് നാട്ടുകാർക്ക് എന്ത് ഗുണം ഉണ്ടാവാം എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അതിന് ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പനെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഞാൻ അടുത്ത 2-3 സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു നോക്കി. കടക്കാർ ഹാപ്പി. കാരണം പേയ്മെന്റ് നെക്സ്റ്റ് ഡേ കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് കമ്മീഷൻ വേണ്ട, നിങ്ങൾ 100 രൂപയ്ക്ക് കൊടുക്കുന്ന നിങ്ങൾ 100 രൂപയ്ക്ക് തന്നെ കൊടുക്കുക, നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക. ഇതാണ് നമ്മൾ പറയുന്ന ഡിമാൻഡ്. ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ആപ്പ് വഴി കസ്റ്റമേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ആപ്പ് യൂസ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അവർ ആപ്പ് വഴി മാത്രമേ ഓർഡർ ചെയ്യൂ. അത് ശരി. ഇല്ലെങ്കിൽ ഒരു ടെക് റിലേറ്റഡ് ഉള്ളൊരു സംഭവം കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ കസ്റ്റമേഴ്സിന് പറ്റത്തില്ല. ഈ ഒരു ഡെലിവറി ചെയ്യുന്ന ഒരു ഇങ്ങനെ ഡെലിവറി ബോയ് വരുന്നതും ഡെലിവറി ബോയ് വീട്ടിൽ വന്ന് നമ്മൾ സാധനം ഡെലിവറി ചെയ്യുന്നതും ഇതൊക്കെ ഒരു ഫീലാണ്. ആ ഒരു കസ്റ്റമേഴ്സിന് ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓർഡർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം എല്ലാ ഹോട്ടൽസിനും വേണ്ടി സിംഗിൾ പ്ലാറ്റ്ഫോം. എല്ലാ ഹോട്ടലുകാരുടെ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഗൂഗിളിൻ്റെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത ഹോട്ടലുകാരുടെ നമ്പർ എല്ലാത്തിലും ഉണ്ടാകത്തില്ല. അതിന് പകരം എന്ത് ചെയ്തു, നമ്മുടെ ആപ്പ് വഴി കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടറി പോലെ നമ്മളാക്കി ഓർഡർ പ്ലേസ് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. കംപ്ലീറ്റ്ലി ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ നമ്മുടെ ആപ്പാക്കി ഡെലിവറി ചെയ്യുന്നത് കടയിൽ നിന്ന് തന്നെ. കടക്കാരനാകുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? കടക്കാരന് പേയ്മെന്റ് ഡിലേ ഇല്ലാതെ അപ്പം തന്നെ പേയ്മെന്റ് കിട്ടാൻ തുടങ്ങി. 7 ദിവസം തൊട്ട് 15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. കടക്കാരൻ ഒരു ദിവസം 10,000 രൂപയുടെ കച്ചവടം ഓൺലൈൻ വഴി നടക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ 70,000 തൊട്ട് 1.5 ലക്ഷം രൂപ വരെ ഇവന്റെ ഫണ്ട് പുറത്ത് വേറൊരാളുടെ കയ്യിലിരിക്കുക. അവന് പച്ചക്കറിക്ക് പോലും പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവന്റെ സ്റ്റാഫിന്റെ സാലറി വരെ ഇവിടെ പെൻഡിങ് കിടക്കും. ഒരു ഹോട്ടൽ, ഒരു സാധാ ഹോട്ടലുകാരന് ഇത്രയും ഫണ്ട് മാർക്കറ്റിൽ പോവാണ്, 15 ദിവസം കൂടുമ്പോൾ തിരിച്ചു വരും. പക്ഷേ ഇവന്റെ ലാഭം കിട്ടുന്നില്ല ഇവന്. അപ്പം നമ്മൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ ഇത് മാറാം. നേരെ കടക്കാരന് 100 രൂപയാണെങ്കിൽ ആ 100 രൂപ അപ്പം തന്നെ ആ പേപ്പറിൽ അതിൻ്റെ അത് ആപ്പിൽ തന്നെ കാണാൻ പറ്റും. 100 രൂപ നിങ്ങളിപ്പോൾ കൊടുത്തതിന് നിങ്ങൾക്ക് 100 രൂപ കിട്ടി. ഡെലിവറി ചാർജ് ആണെങ്കിൽ ഡെലിവറി ചാർജ് അവനത് കിട്ടും. അവൻ്റെ ഡെലിവറി ബോയ് ആണല്ലോ പോയി ഡെലിവറി തന്നെ, ആ എമൗണ്ട് ഇവന് കിട്ടും. വേറെ ഒന്നും അറിയണ്ട. ഞങ്ങൾ ഡെയിലി ഓർഡർ ഉണ്ടെങ്കിൽ മാത്രം 50 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു ഹോട്ടലുകാരോട്. ഒരു ഡെലിവറി ആണെങ്കിലും 100 ഡെലിവറി ആണെങ്കിലും 50 രൂപ. എത്ര ഡെലിവറി ആണെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി കിട്ടിയാൽ 50 രൂപ. ഇനി ഡെലിവറി ഇല്ലേ പൈസ തരണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഡെലിവറി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു, ഞങ്ങളുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ഒരു ഗുണമില്ല, ഞങ്ങൾക്ക് പൈസ തരണ്ട. ഓർഡർ കിട്ടിയാൽ 50 രൂപ തരിക. ഈ ഇപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഒന്നേ വന്നോളൂ, പക്ഷെ നാളെ അവന് ഇതിൽ കൂടുതൽ കിട്ടും. ഈ ഒരു 50 രൂപ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഒരു ഫ്രീ ആയിട്ട് ഒരു സർവീസ് കൊടുക്കണ്ട എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ 50 രൂപ പറഞ്ഞത്, അല്ലാതെ ഞങ്ങൾക്ക് ലാഭം ഉണ്ടായിട്ടല്ല. അപ്പൊ ഈ ഹോട്ടലുകാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന കോസ്റ്റ് ഇല്ല. അവരുടെ സ്വന്തം ആപ്പ് പോലെ അവർക്ക് ഇത് യൂസ് ചെയ്യാം. അവർ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നു, കസ്റ്റമറുടെ ലൊക്കേഷൻ കിട്ടും, കസ്റ്റമറുടെ മൊബൈൽ നമ്പർ കിട്ടും, കസ്റ്റമർ എവിടെ നിന്ന് ഓർഡർ ചെയ്തു കിട്ടും, ഒരു വലിയ ഡാറ്റാബേസും കിട്ടും. ഇത്രയും കടകൾ കിട്ടുമല്ലോ, കമ്പയർ ചെയ്ത് ഓർഡർ ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന്. അപ്പോൾ കടക്കാർ
നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ കുറേ നെഗറ്റീവായിരുന്നു. നമ്മൾ കേരള റെസ്റ്റോറൻറ്റ് അസോസിയേഷനൊക്കെ പോയി മീറ്റ് ചെയ്തു, ഇങ്ങനെയൊരു സംഭവമുണ്ട്. ആ സമയത്താണ് അവർ വേറൊരു ആപ്പ് തുടങ്ങിയിട്ട്, റസോയി എന്ന് പറഞ്ഞ ഒരു ആപ്പ് തുടങ്ങിയിട്ട് സക്സസ് ആവാതെ പോയി. അപ്പോൾ പിന്നെ എന്നെപ്പോലെ ബാക്കപ്പ് ഒന്നും ഇല്ലാത്ത ഒരാൾ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ എന്നോട് ചോദിച്ചത്. ആ സമയത്ത് ഇപ്പോൾ അവരെന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. എന്നെ ആലപ്പുഴയിലെ KHR വിളിച്ചു. നമ്മുടെ കുബാബ മന്തിയുടെ ഓണറാണ് ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ. പുള്ളി വിളിച്ചു, പുള്ളിയായിട്ട് നമ്മൾ സംസാരിച്ചു, പുള്ളി നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അത്യാവശ്യം എല്ലാ സ്ഥലത്തും നമുക്ക് സപ്പോർട്ട് വരാൻ തുടങ്ങി. അതായത് ഒരു 3-4 കൊല്ലം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടും കിട്ടാത്ത സപ്പോർട്ട് നമ്മൾ പിന്നെ തിരിച്ച് മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നപ്പോൾ നമുക്ക് കിട്ടാൻ തുടങ്ങി. നമ്മുടെ കോൺസെപ്റ്റ് മാറ്റി, നമ്മുടെ ബിസിനസ് സ്റ്റൈല് മാറ്റി. അപ്പോൾ നമുക്ക് റിയാലിറ്റി തിരിച്ചറിയുകയും ആൾക്കാരുടെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തി. എല്ലാവർക്കും വേണ്ട എന്താ, ഒരു ഡെലിവറി ആപ്പ് വേണം. കടക്കാർക്ക് എന്താ വേണ്ടേ, കറക്റ്റായിട്ട് പൈസ കിട്ടണം. ഒരു ബിസിനസ്സുകാരന് എൻഡ് ഓഫ് ദ ഡേ എന്ത് വേണം? ഒരു റെസ്റ്റോറൻറ്റ് ഓണറാണെങ്കിൽ അവൻ എൻഡ് ഓഫ് ദ ഡേ അവൻ്റെ പെട്ടിയിൽ കാശ് വേണം, അവൻ്റെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കണം, അവൻ്റെ പർച്ചേസിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം, അവൻ്റെ കാര്യങ്ങൾ നടക്കണം. ഇത് പൈസ അവന് ഡെയിലി നമ്മളിത് കടം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവനത് കിട്ടുമോ? ഇല്ല. ബാക്കിയുള്ള ആപ്പുകൾ എന്താ ചെയ്യുന്നത്? കടം മേടിച്ചു കൊണ്ട് കൊടുക്കും, അവന് റെഡി ക്യാഷ് കിട്ടും, ഈ പൈസ ആ ആപ്പുകാർ യൂസ് ചെയ്യും. അതിന് പകരം ഞാനിത് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞപ്പോഴാന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ മാസം ഞാൻ ഈ പറയുന്ന ഓൺലൈൻ ഡെലിവറി ആപ്പ് വഴി ഞാൻ ഡെലിവറി മേടിച്ചേക്കുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്കിത് ഇത്രയും എമൗണ്ട് എങ്ങനെയാണ് വന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഒരു ബിരിയാണി 150 രൂപ, നമ്മൾ അപ്പോൾ തന്നെ ബിരിയാണി ഓർഡർ ചെയ്യുന്നു, വീട്ടിൽ വരുന്നു, നമ്മളത് കഴിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ വീട്ടിലില്ലാത്തപ്പോഴാണ് വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ എക്സ്പെൻസ് കൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെറുതെ ഇതൊന്നും എടുത്ത് നോക്കുന്നത്. പക്ഷേ അവിടെ എന്നെ ഞെട്ടിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 180 രൂപ പ്ലസ് ഒരു 210 രൂപ വരും ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ. ഈ ബിരിയാണി ഞാൻ ഡയറക്റ്റ് കടയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 110 രൂപയേ ഉള്ളൂ. ഈ 110 രൂപയുടെ ബിരിയാണിയാണ് ഞാൻ ഈ 180 പ്ലസ് 210 രൂപയ്ക്ക് മേടിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ അതിനകത്തൊരു ഷോർട്ട് കണ്ടുപിടിച്ചേക്കാണ്. അത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതൊരു ത്രെറ്റനിങ് ആയിരിക്കും കേട്ടോ. അല്ല, ഞാനിപ്പോ നേരെ ഷോപ്പിൽ വിളിക്കും, ബിരിയാണി ഓർഡർ ചെയ്യും, അവർ QR കോഡ് അയച്ചു തരും, ഞാനത് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഞാൻ നേരെ പോർട്ടർ വിടും. അപ്പോൾ പോർട്ടറിന് എനിക്ക് മാക്സിമം 50 രൂപ അല്ലെങ്കിൽ 60 രൂപ, എന്നാലും എനിക്ക് 10-40 രൂപ ലാഭമാണ്. അത് 10 ഓർഡർ ആകുമ്പോൾ 400 രൂപയായി, 20 ഓർഡർ ആകുമ്പോൾ 800 രൂപ, അങ്ങനെ ഒരു വ്യത്യാസം വരുവാണല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ കേരളത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പാകത്തിനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെയ്ത പരിപാടി കൊള്ളാം, പക്ഷേ പ്രശ്നം എത്ര സ്റ്റെപ്പ് വന്നു. കടയിലേക്ക് വിളിച്ചു, QR കോഡ് അയച്ചു തന്നു, പൈസ ഇട്ട് കൊടുക്കണം, പോർട്ടറിനെ ബുക്ക് ചെയ്യണം, പോർട്ടർ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ 3-4 സ്റ്റെപ്പായി. ഇതിൻ്റെ അകത്ത് അതൊന്നുമില്ല. ഇതെല്ലാം ഒരു ആപ്പിൽ തന്നെ കടക്കാരൻ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തോളൂ. നിങ്ങൾ കടക്കാരനെ വിളിക്കുന്ന ആ സ്റ്റെപ്പില്ലേ, ആ ഒരു ഒറ്റ സ്റ്റെപ്പിൽ നമ്മുടെ പരിപാടി തീരും. അതാണ് നമ്മുടെ ആപ്പിന്റെ ഒരു ഗുണം. ഇപ്പൊ എത്ര ഹോട്ടൽസ് നമ്മൾ സർവീസ് കൊടുക്കുന്നു? നമ്മൾ ഇനീഷ്യലി നമുക്ക് ഞാൻ ഇത് മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ ആരും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ഇല്ലായിരുന്നു. ഞങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്യുന്നത് സാൾട്ട് റെസ്റ്റോറന്റ് ആണ്, ഹനീസിക്ക. പനമ്പള്ളി നഗറുണ്ട്, അവർക്ക് ചുള്ളിക്കലുണ്ട്. പുള്ളിയാണ് നിങ്ങൾ കയറി വന്നാൽ നമുക്ക് ഗുണമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം സപ്പോർട്ട് ചെയ്തു. രണ്ടാമത് സപ്പോർട്ട് ചെയ്യുന്നത് മഖ്ദൂം മന്തി, പിന്നെ അറേബ്യൻ പാലസ്, അങ്ങനെയുള്ള എല്ലാ പ്രമുഖ ടീമുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയായി. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ഇവർ നമ്മളെയായിട്ട് കണക്ട് ചെയ്യാൻ ഇച്ചിരി പാട് വന്നു. കാരണം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനും, കാരണം ടെക്കുമായിട്ട് വലിയ റിലേഷൻ വരുന്നില്ല അവർക്ക്. ഇതെങ്ങനെ കൊണ്ട് ഡെലിവറി ചെയ്യും, സ്വിഗ്ഗി സൊമാറ്റോ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതൊക്കെ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ അവർക്ക് വന്നു തുടങ്ങി. പിന്നെ എന്തെങ്കിലും ആവട്ടെ, ചുമ്മാ യൂസ് ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് ഇവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് വന്നല്ലേ ഇരിക്കട്ടെ, പറഞ്ഞു വിടണ്ട, ചെറിയൊരു കൊച്ച്, വേറെ ചെലവൊന്നുമില്ലല്ലോ. കടക്കാരെ നോക്കുമ്പോ വേറെ ചെലവൊന്നുമില്ല. അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ആയിക്കേക്കാം. പിള്ളേരല്ലേ വന്നേക്കുന്നേ, എന്തെങ്കിലും ആവട്ടെ, അവന്മാര് മലയാളികളല്ലേ, വേറെ ആരുമല്ലോ, എന്നല്ലെങ്കിൽ നാളെ നാട്ടിലെവിടെയെങ്കിലും കാണൂലോ. ഞാൻ പറഞ്ഞ പുള്ളി ചിലർ ചോദിക്കുന്നത്, നിങ്ങൾ പൈസ തന്നില്ല. ഞങ്ങൾ ചേട്ടാ നിങ്ങളുടെ ഒരു ദിവസത്തെ പൈസയിലേ പോവുള്ളൂ, ഞങ്ങൾ മുങ്ങിയാലും നിങ്ങളുടെ ഒരു ദിവസത്തെ ഇതല്ലേ പോവുള്ളൂ, പിറ്റേ ദിവസം ഞങ്ങൾ പൈസ തരുമെന്ന് പറയുന്നുണ്ട്. അത് തന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം തൊട്ട് കച്ചവടം ചെയ്യണ്ട ഞങ്ങളുമായിട്ട്. ഞങ്ങൾ അങ്ങനത്തെ ഉറപ്പ് കൊടുത്തു. വർക്കിംഗ് ഡേ, നെക്സ്റ്റ് ഡേ വർക്കിംഗ് ഡേ ആണെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് വന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിരിക്കും. നിങ്ങളുടെ കച്ചവടത്തിന്റെ പൈസ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കയ്യിലും വെക്കുന്നില്ല. നിങ്ങൾ വിൽക്കുന്ന എന്താണോ അത് നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങൾക്ക് പോലും 1 രൂപ ഓഫറും തരണ്ട, ഡിസ്കൗണ്ടും തരണ്ട, നിങ്ങൾ പരസ്യം പോലും ചെയ്യണ്ട, ഞങ്ങൾ പരസ്യം ചെയ്തോളാം. ഇതായിരുന്നു ഞങ്ങളുടെ ടോക്ക് എല്ലാ കടയിൽ നിന്നിട്ട്. നിങ്ങൾ 100 രൂപയ്ക്ക് വിൽക്കുന്ന സാധനമാണെങ്കിൽ 100 രൂപ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അത് കിട്ടിയാൽ പോരെ. നിങ്ങൾക്ക് ഡെലിവറി പോയി എത്ര കിലോമീറ്റർ നിങ്ങൾ ഫ്രീ ഡെലിവറി കൊടുക്കും? 3 കിലോമീറ്റർ ഞങ്ങൾ ഫ്രീ കൊടുക്കാം. 3 കിലോമീറ്ററിലുള്ളത് മാത്രം നിങ്ങൾക്ക് ഓർഡർ കിട്ടുള്ളൂ. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു.
കടക്കാരൻ എന്താണോ പറയുന്നത് അത് ഞങ്ങൾ കംപ്ലീറ്റ്ലി അവർക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇന്ന് ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ പോലും ഞങ്ങൾക്കിപ്പോൾ 1000 ഡെലിവറി മേളിൽ എറണാകുളത്തു നിന്ന് മാത്രം വരുന്നുണ്ട്. ഓ ഓക്കെ, അടിപൊളി. ഒരു ദിവസം എങ്ങനെയൊക്കെ പോയാലും ഒരു 3000-2500 ഡെലിവറീസ്. അത്രയും ഡെലിവറി ഇപ്പൊ നമുക്ക് വരുന്നുണ്ട് നമ്മുടെ ആപ്പ് വഴി മാത്രം. നമ്മുടെ ആപ്പ് വഴി മാത്രം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണ്ടത് ഫുഡാണ്. അത് ആ കടയിൽ നിന്ന് അതേ റേറ്റിൽ തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ അവർ പിന്നെ വേറെ ഒരു ആപ്പിലേക്ക് എന്തിനു പോകണം? നിങ്ങളുടെ ഏറ്റവും വലിയ കസ്റ്റമർ ആകാൻ പോകുന്ന ആളായിരിക്കും ചിലപ്പോൾ ഞാനിപ്പോ. മേ ബി തീർച്ചയായും വേറെ വഴിയില്ല, ഞങ്ങളല്ലാതെ വേറൊരു ഇപ്പോ ഓപ്ഷൻ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കൊറോണ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് കുറെ ആപ്പുകൾ വന്നിട്ട് നിർത്തിപ്പോയി, ഞങ്ങൾ ഇതേപോലെ തന്നെ ഒരു 6 മാസം നിർത്തി. ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മൾ പിന്നീട് സംസാരിച്ചു, കോവിഡിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഡെലിവറി ആപ്പുകൾ വന്നത്. ആളുകൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോൾ ഗ്രോസറി മേടിക്കുന്ന ആപ്പുകൾക്കൊക്കെ ഇത്രയും ഒരു അക്സെപ്റ്റൻസ് വന്നത് ഈ കോവിഡിന് ശേഷമാണ്. പക്ഷെ ആ സമയത്ത് ഉണ്ടായി വന്നേക്കുന്ന പല ബ്രാൻഡുകളും ഇന്നില്ല. ഇപ്പം ഞങ്ങൾ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേരെ കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സർവൈവൽ എന്ന് പറയുന്ന സാധനം എത്രത്തോളം നടക്കുമെന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിൻ്റെ പുറത്താണ് നമ്മളും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത് പലപ്പോഴും. പക്ഷെ അവരിന്ന് ഇല്ല, മാർക്കറ്റിലില്ല. എന്തുകൊണ്ടാണ് ഈ ഡെലിവറി ആപ്പുകൾ ഇത്രയും പൊങ്ങി വരികയും അതുപോലെ തന്നെ താന്നു പോവുകയും ചെയ്തത്? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടെക് ബിസിനസ് ആയതുകൊണ്ടാണ് ഇത് പറ്റിപ്പോകുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, നിങ്ങളുടെ ഒരു ബിസിനസ് വേണ്ടി നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ഒരു കമ്പനീനെ മീറ്റ് ചെയ്യുന്നു, ഒരു IT ഫേമിനെ മീറ്റ് ചെയ്യുന്നു, IT ഫേമുമായിട്ട് എഗ്രിമെന്റ് വെക്കുന്നു. ഈ എഗ്രിമെന്റിന്റെ അത് ഇത്ര ദിവസത്തെ കോൺട്രാക്ട് വെക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഒരു 2 വർഷത്തെയോ 3 വർഷത്തെയോ ഇത് തന്നേക്കാം, സർവീസ് തന്നേക്കാം എന്ന് അവർ ഉറപ്പും തരുന്നു. പക്ഷെ ഇവരുടെ സർവീസ് എത്ര മണി തൊട്ട് എത്ര മണി വരെ ആയിരിക്കും? രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് അവൻ ഷട്ടർ ഇടുന്ന ഒരു 6 മണി വരെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. ഈ ഒരു ടൈമിലായിരിക്കും പോകുന്നത്. ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സാധനം ഈ ഒരു കണ്ടീഷനിലാണ് റൺ ആവുന്നത്. 6 മണിക്ക് ശേഷം ഒരു ആപ്പിലൊരു കംപ്ലൈൻറ്റ് വന്ന് പെട്ടു. പിറ്റേ ദിവസം 10 മണിക്ക് അവൻ ഷട്ടർ തുറന്ന് അവൻ്റെ സ്ഥാപനം തുറന്നതിന് ശേഷം ഒരു 11 മണി 12 മണി ആവാതെ ഈ സാധനം ചെയ്യാൻ പറ്റില്ല, വർക്കാവത്തില്ല. പിന്നെ ഇവൻ എത്ര സ്റ്റാഫിനെ വെച്ച് മെയിൻറ്റെയിൻ, ഇപ്പം ഇതെല്ലാം കൂടി ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ആൾ തന്നെ, നിങ്ങൾ തന്നെ ഒരു ടീമിനെ ഹയർ ചെയ്ത് നിങ്ങൾ തന്നെ ഒരു ഓഫീസ് ഇട്ട് എല്ലാം ചെയ്യണമെങ്കിൽ എത്ര എക്സ്പെൻസ് വരും? നല്ല എക്സ്പെൻസ് വരും. ഈ എക്സ്പെൻസ് ഇതിൽ നിന്ന് കിട്ടത്തില്ല. ഈ എക്സ്പെൻസിന്റെ ലാഭം ഇതിൽ നിന്ന് കിട്ടത്തില്ല. അത് ഞങ്ങൾ പഠിച്ചു, എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ആപ്പ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട്, ഒരു സെർവർ എറർ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതായി പോയി. കാരണം ഞങ്ങൾ ഇതേപോലെ തന്നെ ഒരു കമ്പനിയുടെ സെർവറിലാണ് ഹോസ്റ്റ് ചെയ്തത്. ആ കമ്പനിയുടെ സെർവറിന് ചെറിയൊരു ഇഷ്യൂ വന്നു. ഞങ്ങളുടെ കയ്യിലുള്ള സാധനമായിരുന്നു, ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു. ഞാൻ ഈ ആപ്പ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, സെർവർ എന്താണ്, ഇല്ലെങ്കിൽ സെർവറിനെ പറ്റി ഏത് സെർവറാണ് നല്ലത്, ഏത് ചെയ്യണം, എത്ര രൂപ മാസം ചിലവ് വരും, ഇത് നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ ഈ ആപ്പിൻ്റെ എററും കാര്യങ്ങളും ഒക്കെ പഠിക്കുവാണെങ്കിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ചിലവില്ലാതെ എന്നുള്ളത് പഠിച്ചു. പിന്നെ നമ്മൾ മറ്റേ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതും ഈ പാർട്ട് ടൈം കിട്ടുന്ന പൈസയൊക്കെ എല്ലാം ഇതിലേക്ക് ഇടാൻ തുടങ്ങി. നമ്മുടെ വരുമാനമാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പം മനസ്സിലായി, ഹ്യൂജ് എമൗണ്ട് ഒരാൾക്കും കൊടുത്ത് നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റാഫിനെ, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറെ വിളിച്ചുകൊണ്ട് ഇരുത്തി അവന് സ്പേസ് വിട്ടു കൊടുത്ത് ഇത് ചെയ്യിക്കാനും പറ്റത്തില്ല. കാരണം അവന് കൊടുക്കണം 19,000 രൂപ, അത് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. നമുക്ക് തുടക്കത്തിലേ മനസ്സിലായി നമ്മുടെ കയ്യിലില്ല. പിന്നെ നമ്മളൊരു തമാശ ഇല്ലെങ്കിൽ ഒരു രസം, ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് നമ്മളിത് തുടങ്ങി. അതുകൊണ്ട് നമ്മൾ തന്നെ പഠിക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, സ്വന്തമായി ഒരു ആപ്പ് ചെയ്യാനോ ഇത് റൺ ചെയ്യാനോ ഡെലിവറി ചെയ്യാനോ മനസ്സില്ലെങ്കിൽ ഒരു ഫുഡ് ഡെലിവറി ആപ്പ് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ അത്രയും കാശ് ബാക്കപ്പ് വേണം, നല്ല ബാക്കപ്പ് വേണം. നിങ്ങൾക്കൊരു ഓഫീസൊക്കെ ഇട്ട് നല്ല പോലെയൊക്കെ ചെയ്ത് ഇതേപോലെ റൺ ചെയ്യിക്കാനുള്ള ഗട്ട്സ് നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫണ്ട് വേണം. നമുക്ക് ഫണ്ടില്ല. നമ്മൾ ഫണ്ടില്ല എന്നിട്ട് സർവൈവ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതെങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ കോഡ് എന്താണ്, ഈ കോഡ് എങ്ങനെയാണെന്ന് ഫുള്ള് പഠിക്കുകയാണ് ചെയ്തത്. നമ്മളിത് പഠിച്ചത് കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. 2021 ഇത് ലോഞ്ച് ചെയ്തിട്ട് ഇന്നേ വരെ നമ്മളൊരു അപ്ഡേഷൻ ഇല്ലാതെ നമ്മൾ എല്ലാ മാസം അപ്ഡേഷൻ കൊടുക്കും. സോഫ്റ്റ്വെയറിന് അപ്ഡേഷൻ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റിങ് ചെയ്യും. അതിന് നമുക്ക് ബാക്കപ്പിൽ വേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കോഡ് കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇരുന്ന് പഠിച്ചതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോഴും ഈ ആപ്പ് നമ്മൾ ആദ്യം ഹോസ്റ്റ് ചെയ്തത് സി സോഫ്റ്റ് എന്ന് പറഞ്ഞ കട്ടപ്പനയിൽ ഉള്ളൊരു കമ്പനിയുടെ സെർവറിലാണ്. ഇപ്പൊ പുള്ളി കാനഡയ്ക്ക് പോയി, UK പോയി. പുള്ളി ഞാനോട് ഇപ്പോഴും നല്ല റിലേഷനാണ്. കാരണം പുള്ളി നമ്മളെ ട്രെയിൻ ചെയ്യിച്ചു. എടാ, നാളെ ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ
ഇങ്ങനെ ഇന്ന കാര്യം എന്ന് പറഞ്ഞ് പുള്ളി നമ്മളെ പഠിപ്പിച്ചു തന്നു. പുള്ളിയാണ് നമുക്ക് ബേസിക്കലി ഈ ഒരു ഇതിൽ നമ്മുടെ ആശാൻ എന്ന് പറയുന്ന പുള്ളിയാണ്. സോഫ്റ്റ്വെയറിന്റെ ഒരു ഇതെങ്ങനെ പഠിക്കാം, മാർക്കറ്റിംഗിലെ ആശാൻ സാബു സാറും സോഫ്റ്റ്വെയറിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാം, എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പാതിരാത്രി വിളിച്ചാലും പുള്ളി പഠിപ്പിച്ചു തരും. അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ നമുക്ക് ഇത് കിട്ടി. അങ്ങനെയാണ് ഇത് മൊത്തം പഠിച്ചത്. പിന്നെ കുത്തിയിരുന്ന് ടൈം കിട്ടുമ്പോഴെല്ലാം ഈ പ്രോഡ്കാസ്റ്റ് വയ്ക്കും. സോഫ്റ്റ്വെയറിനെ പറ്റി പറയുന്നതും ഫ്ലട്ടർ എന്താണ്, PHP എന്താണ്, PHPയിൽ ഇന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ഫ്ലട്ടറിൻ്റെ കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ വേർഷനെ പറ്റി പറയുന്ന ഓരോരോ യൂട്യൂബ് വീഡിയോ ഉണ്ട്. ഇത് ഞാൻ കാറിൽ പോകുമ്പോൾ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യും. എന്നിട്ട് ഇത് ഇങ്ങനെ കേട്ട് ട്രാവൽ ചെയ്യും. അപ്പോൾ നമുക്കിത് കിട്ടും. എന്നിട്ട് വൈകിട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. ഓക്കെ, എൻ്റെ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്തു. അപ്പോൾ എപ്പോഴും നമ്മുടെ വർക്കിംഗ് സോഫ്റ്റ്വെയർ എപ്പോഴും ഞാൻ മാറ്റി വയ്ക്കും. അല്ല, അതിൽ നിന്നൊരു കോപ്പി എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ പണി മൊത്തം നടത്തുന്നത്. വർക്ക് ആയില്ലെങ്കിലും നമുക്ക് നമ്മുടെ ആപ്പിന് കംപ്ലൈൻറ്റും ബുദ്ധിമുട്ടും വരരുത്. നമ്മുടെ തന്നെ അക്കൗണ്ടിലാണ്. നമ്മൾ വേറൊരു കമ്പനീനെ ഇപ്പം ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു കാര്യം നമ്മളൊരു കമ്പനീനെ ഏൽപ്പിച്ചിട്ടില്ല. നമുക്കതിനുള്ള ചിലവ് വരുന്നില്ല. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യും. ആ ടൈം നോക്കി 1 മണിക്കൂർ വീതം മാറ്റി വെച്ചാൽ മതി. എല്ലാ കാര്യത്തിനോടും 1 മണിക്കൂർ വീതം നമ്മൾ ടൈം ടേബിൾ വെച്ച് മാറ്റി വയ്ക്കുവാണെങ്കിൽ എന്ത് സാധനം നമുക്ക് പഠിക്കാം, എന്ത് സാധനം നമുക്ക് ചെയ്യാം. എത്ര പേര് നമ്മുടെ ഭാഷ പോലും അറിയാത്ത എത്ര ലാംഗ്വേജസ് പഠിച്ചിട്ട് കുട്ടികൾ വെളിയിലേക്ക് പോകുന്നു. അതേപോലെ തന്നെയാണ് ഇതും. ഈ ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് പറ്റും. ആ ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കണം. പഠിക്കാനുള്ള മനസ്സും ഉണ്ടാവണം. മാറ്റി വെച്ച് നമുക്ക് ചെയ്യാം. ഇനി എന്താണ് ഹൈസിഗോയുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആയിട്ട് കാണുന്നത്? നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഒരു B ക്ലാസ് C ക്ലാസ് സിറ്റീസ് എല്ലാം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. നമ്മൾ ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫ്രാഞ്ചൈസി കൊടുക്കുക. നമ്മൾ പൈസ പ്രതീക്ഷിച്ചല്ല ഒരു ഇതൊന്നും ചെയ്യുന്നത്. സാലറിക്കാണോ ഇല്ലെങ്കിൽ ജോബിനാണെങ്കിൽ നമുക്ക് വേറെ ജോബുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഒരു കുഞ്ഞിനെ കൊണ്ട് 10 പേർക്ക് ഒരു ഗുണം ഉണ്ടാവണം, അവർ നമ്മളെപ്പറ്റി നല്ലത് പറയണം എന്നുള്ളൊരാഗ്രഹത്തിന് പുറത്താണ്. അപ്പോൾ ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. നമ്മളിപ്പോൾ അത്യാവശ്യം സിറ്റീസിലേക്ക് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് സെറ്റായി വരുന്നു. അതനുസരിച്ച് നമുക്ക് നല്ല ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്, ഓർഡറുകളും കിട്ടുന്നുണ്ട്. അത് കേരളം മുഴുവൻ വളർത്തുക, ഇന്ത്യ മുഴുവൻ വളർത്തുക അല്ലേ? അതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ്സുകാരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതായിരിക്കും. അതിനൊക്കെ ഒരു സാഹചര്യവും സന്ദർഭവും ദൈവം അനുഗ്രഹിച്ച് കിട്ടിയാൽ ഈ സംഭവം ആ ലെവലിലേക്ക് നമ്മൾ എത്തിക്കും. അത് എത്തിക്കാനുള്ള ഒരു ടീമിനെ നമുക്ക് ഇനിയും വേണം. നമ്മൾ ആ ഒരു ടീമിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് തീർച്ചയായും നമ്മൾ ഒരു ലെവലിലേക്ക് എത്തും. ഞാൻ എൻ്റെ അവസാനത്തെ ചോദ്യം ചോദിക്കുന്നു. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സംസാരിച്ച സെന്നായിരിക്കും. എനിക്കിങ്ങനെ കേൾവിക്കാരിയായിട്ടിരിക്കേണ്ട ആവശ്യമേ വന്നുള്ളൂ. ഈ സംസാരിച്ചതിൽ മുഴുവൻ ജീവിതത്തിൽ കടന്നു പോയേക്കുന്ന എല്ലാ വ്യക്തികളുടെ പേരും ഓർത്തോർത്ത് സെൻ പറയുന്നുണ്ട്. എല്ലാവരെക്കുറിച്ചും എല്ലാവരും ലൈഫിൽ തന്നേക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് സെൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. ഒരു വ്യക്തികളുടെ ഈ പറയുന്ന നമ്മളോട് കാണിക്കുന്ന ആ ഒരു അഭിനിവേശം എന്ന് വേണമെങ്കിൽ പറയാം, ഓരോ വ്യക്തിയും ഉണ്ടാക്കിയെടുത്തേക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ്, അത് എത്രത്തോളം നമ്മുടെ ലൈഫിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്? അത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലരുമായിട്ട് ഈ പറയുന്ന സാബുസാറുമായിട്ടൊക്കെ ഞാൻ അടിയുണ്ടാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന അനൂപേട്ടനെ വിളിച്ച് ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന വിൽസൺ ചേട്ടനുമായിട്ടൊക്കെ ഞാൻ ചില സമയത്തൊക്കെ ഉടക്കാറുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും ഓരോ എക്സ്പീരിയൻസും, ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലോത്തിങ് ബിസിനസ്സിന് എനിക്ക് കുറച്ച് ഫണ്ട് തന്ന് സഹായിച്ചത് പെറൂത്ത് റോഡോ ടയർ എന്ന് പറയുന്ന ഷോപ്പ് നടത്തുന്ന ബിനിച്ചേട്ടനാണ്. ബിനിച്ചേട്ടൻ എനിക്കിങ്ങനെ ഒരു സാഹചര്യം വന്നു, എൻ്റെ കയ്യിൽ പൈസ ഇല്ലയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഇന്ന് വരെ വിളിച്ചിട്ട് നമ്മളോട് ഒരു മോശം സംസാരിക്കുമോ, നീ എനിക്ക് ആ പൈസ തന്നില്ലെങ്കിൽ നിൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നോ, അങ്ങനത്തെ ഒരു സംഭവം പുള്ളി പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ നിന്ന സമയത്തും നമ്മൾ ആ ഒരു വ്യക്തിയായിട്ട് ബന്ധം ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ അവരെ ചീറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല, ചതിക്കാൻ നിന്നിട്ടില്ല. നമ്മൾ അവർക്കറിയാം അവൻ്റെ കയ്യിലൊന്നുമില്ല, അവനൊന്നും ഇല്ലാത്തവനാണ്, ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവൻ തരാത്തത്, ഇല്ലെങ്കിൽ അവൻ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് വന്നു അതുകൊണ്ടാണ് അവൻ തരാതിരുന്നത്, ഇല്ലെങ്കിൽ അവൻ്റെ പ്രായം. ഇപ്പോൾ സാബുസാറൊക്കെ എന്നെ കണ്ണും പിടിച്ചിട്ട് പറയും, അതേപോലെ തന്നെ ഞാൻ തിരിച്ചും പറയും, എന്നെ നല്ല പ്രായമുള്ള മനുഷ്യനാണ്. പക്ഷേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രായം അതാണെന്ന് അറിഞ്ഞ് പുള്ളി ഡീൽ ചെയ്യുമായിരുന്നു. കാരണം ഈ പഠിച്ചിറങ്ങി നേരെ ജോലിക്ക് എന്ന് കയറുന്ന ആ ഒരു ചോരത്തിളപ്പും കാര്യങ്ങളൊക്കെ നെഗറ്റിവിറ്റിയും എല്ലാം എനിക്കുണ്ടായിരുന്നു. നമുക്ക് സാലറി തന്നെന്ന് പറഞ്ഞ് തെറി കേൾക്കേണ്ട കാര്യം എനിക്കുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയമുണ്ട്. സാലറി തന്നെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാനുള്ള അധികാരമൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു മൈൻഡും ഒരു മുതലാളിത്ത വർഗത്തോട് നമ്മൾ ഒരു പുച്ഛം, ഞാൻ പണിയെടുക്കുന്നുണ്ടോ നീ ഉണ്ടാക്കുന്ന എനിക്കുണ്ടാവുന്ന ആ ഒരു മൈൻഡൊക്കെ ആയിരുന്നു. കാരണം അത് ഈ ഒരു ഏജിൽ നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ആവുന്നു, നമ്മൾ 10 പേരോട് സംസാരിക്കുന്നു, 10 പേരുടെ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുന്നു, 10 മനുഷ്യരെ നമ്മൾ കണക്ട് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി നമുക്കിത് മാറും.
പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10,000 രൂപ സാലറി ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ 2,000 രൂപ മുതലാളിക്ക് നമ്മളെ തെറി പറയാനുള്ള ഒരു ശമ്പളമാണ്. 2,000 രൂപയ്ക്കുള്ള തെറി നമ്മൾ കേൾക്കണം. അതായത് ആ 2,000 രൂപ, ഇപ്പോൾ 10,000 രൂപയിൽ 8,000 രൂപ നിനക്ക് ബാക്കിയുള്ള കാര്യത്തിന് മാറ്റി വയ്ക്കാം. 2,000 രൂപ നിനക്ക് തരുന്നത് മുതലാളി തെറി വിളിച്ചാൽ തിരിച്ചൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരാൾ നമുക്ക് സാലറി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 20% അവർക്ക് നമ്മൾ തെറി വിളിക്കാനുള്ളൊരു ലൈസൻസ് ആണ്. പിന്നെ നമ്മൾ ചെയ്യാത്ത കാര്യത്തിനായിരിക്കുമല്ലോ ഈ ചീത്ത കേൾക്കുന്നേ. അതെ, നമ്മൾ തിരിച്ചൊന്നും പറയണ്ട. നമുക്ക് എത്ര രോഷം ഉണ്ടായാലും ആ 2,000 രൂപയ്ക്കുള്ള തെറി ചീത്ത നമ്മൾ കേൾക്കാൻ റെഡി ആയിരിക്കണം. ഞാൻ അതിങ്ങനെ കേട്ടോണ്ടിരിക്കും. അതിന് മേലേക്ക് പോകുമ്പോൾ മാത്രം നമ്മൾ റിയാക്ട് ചെയ്യാവുള്ളൂ. ഓക്കെ. പക്ഷെ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയാണ്. ഞാൻ ഇത്രയും നേരത്തെ സംസാരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് സെന്നിൻ്റെ ബിസിനസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഹൈസൻഗോനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡുള്ള ലൈഫിൽ കടന്നു പോയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അത്രയും തന്നോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു നല്ല മനസ്സോടുകൂടി തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ആ ഒരു നന്മ കൈവിടാതെ തന്നെ ഈ ഹൈസൻഗോനെ വളർത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള വളർച്ചയിൽ ഞങ്ങളും ഉണ്ടാകും ഒപ്പം. നമുക്ക് ഇനി ഒരിക്കൽ കൂടി ഈ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയണം. അന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് 2,000, 2,500, 3,000 ഓർഡറാണ് പെർ ഡേ വരുന്നതെങ്കിൽ ഒരു 3 ലക്ഷം ഓർഡറൊക്കെ പെർ ഡേ വരുന്ന രീതിയിലേക്ക് നമ്മൾ വളരണം. അപ്പോൾ നമുക്ക് ഒന്നോടെ ഈ ഹോട്ട് സീറ്റിൽ ഇരുന്ന് ഒരിക്കൽ കൂടി കഥ പറയണം. സ്പാർക്കിന് മുന്നേയും സ്പാർക്കിന് ശേഷം എന്നുള്ളൊരു കഥ നമുക്ക് ഒന്നോടെ സംസാരിക്കാം. അതുവരെ കാണുന്നവരേക്കും താങ്ക് യു. ഓക്കെ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ മാത്രം പോരാ, അതിനോട് നമ്മൾ അത്രയും പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഓൺട്രപ്രണർഷിപ്പിലെ നമുക്കൊരു ബിസിനസ്സിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ഒരു കൊച്ചിനെ പോലെ വളർത്തിയെടുക്കാനും സാധിക്കുള്ളൂ. ഹൈസൻഗോനെ സെൻ കാണുന്നത് അതുപോലെയാണ്, തൻ്റെ ഒരു കുഞ്ഞിനെ പോലെയാണ്. താൻ കൈപിടിച്ച് നടത്തി പയ്യെ പിച്ച വെച്ച് നടന്ന് ഇന്ന് തന്നെ നടക്കാൻ തുടങ്ങിയ ഹൈസൻഗോനെ നാളെ ഉയരങ്ങളിലേക്ക് പറത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ആ യാത്രയിൽ നമുക്കും ഒരുമിച്ച് കൂടെ നിൽക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.